അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി. വിശുദ്ധ ഖുർആനിലെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമസ്കാരമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ എടുത്തു നോക്ക്, ഖുർആനിൽ കാണാൻ പറ്റില്ലേ? റബ്ബി ജഅൽനി മുഖീമസ്സലാം റബ്ബി ജഅൽനി മുഖീമസ്സലാം വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പരിശുദ്ധമായ ഖുർആൻ അകന്ന് ജീവിക്കുന്ന മുസ്ലിം സമൂഹമേ, ഖുർആനിന്റെ വക്താക്കളാണെന്നാണ് നമ്മൾ പരമ്പരയടിക്കുന്നത്. പക്ഷെ ആ ഖുർആനിന്റെ ആയത്തുകളോ അതിന്റെ അർത്ഥങ്ങളിലേക്കോ നമ്മൾ കടന്നു ചെല്ലുന്നില്ല. ഇതര സമുദായത്തിലെ ആളുകൾ പോലും, ശാസ്ത്രജ്ഞന്മാർ പോലും നിരീക്ഷണത്തിനും പരീക്ഷണത്തിനും ഗവേഷണത്തിനും പര്യവേഷണങ്ങൾക്കുമെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അവരെ പഠന വിധേയമാക്കുമ്പോ മുസ്ലിമീങ്ങൾ അവരുടെ വീടിൻ്റെതാകുന്ന അകത്തലങ്ങളിൽ ഷെൽഫുകൾ വെച്ചിരിക്കുകയാണ് ഖുർആൻ. അള്ളാന്റെ പള്ളിയുടെ അകത്തലങ്ങളിൽ നല്ല പുറം ചട്ടയിട്ടുകൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ് ഖുർആൻ. ആ ഖുർആൻ കൈകൊണ്ട് തൊടുന്നില്ല, ആ ഖുർആൻ എടുത്ത് തുറന്നു നോക്കുന്നില്ല. ആ ഖുർആൻ സൂറത്തുകൾ മക്കൾ ഇന്ന് പാരായണം ചെയ്യുന്നില്ല. യാസീൻ സൂറത്തുകൾ പാരായണം ചെയ്യുന്ന ഉമ്മമാര് പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് ഇന്ന് അന്യമാണ്. ഓതിയിരുന്ന കുടുംബാദികൾ ഇന്ന് ആ സൂറത്തുകൾ വലിച്ചെറിഞ്ഞില്ലയോ? ഇന്ന് തബാറക സൂറത്തും മുൽക്ക് സൂറത്തും സൂറത്തുർ റഅദും ഇബ്രാഹീമും സൂറത്തുൽ അൻആമും ഒക്കെ ഇന്ന് മക്കൾ കളഞ്ഞു കുളിച്ചില്ലയോ? എത്രയെത്ര ഖുർആൻ അകന്ന് ജീവിക്കുന്ന കുടുംബാദികൾ പഠിക്കണേ, കേൾക്കണേ, മനസ്സിലാക്കണേ. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ അല്ലാഹ് റബ്ബി ജഅൽനി മുഖീമസ്സലാ. അല്ലാഹുവേ നമസ്കാരം നിലനിർത്തുന്നവനായി എന്നെ നീ ഖബൂലാക്കണേ നമസ്കാരം നിലനിർത്തുന്നവനായിട്ട് എന്നെ നീ സ്വീകരിക്കുക. ഇത്ര നല്ല പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുക, പടച്ച റബ്ബേ എന്നെ നമസ്കാരക്കാരനാക്കണേ അല്ലാഹ്, ഇജ്അൽനി മുഖീമസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവനാക്കണേ അല്ലാഹ്. നമസ്കാരം നിലനിർത്തി ഒറ്റ വഖത്ത് പോലും കളയാതെ നമസ്കരിക്കാനുള്ള തൗഫീഖ് എനിക്ക് തരണേ റബ്ബേ. എനിക്ക് മാത്രമല്ല, വമിൻ ദുർരിയതി അല്ലാഹുവേ എന്നെ മാത്രം നമസ്കാരക്കാരനാക്കരുത്. എന്നെ മാത്രമല്ല, എന്റെ കുടുംബാദികളെയും എന്റെ സന്താന പരമ്പരകളെയും നീ നമസ്കാരമുള്ളവനാക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു എന്നെ മാത്രമല്ല എന്നോടൊപ്പം തന്നെ എന്റെ മക്കളെ, സന്താന പരമ്പരകളെ നമസ്കാരമുള്ളവരാക്കണേ അല്ലാഹ്. ഒരു വാപ്പയും ഉമ്മയും ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? നമുക്ക് മക്കളുണ്ട്, 10 മക്കളുണ്ട്, അല്ലെങ്കിൽ 6 മക്കളുണ്ട്, 5 മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി വാപ്പ ദുആ ഇരുന്നിട്ടുണ്ടോ? ഇങ്ങനെ അല്ലാഹു എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരനാക്കണേ അല്ലാഹ്. ഈ ദുആ പഠിച്ചു വെക്കേണ്ടതാ. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ആരുടെ പ്രാർത്ഥന? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഈ ദുആ സ്വീകരിക്ക്, എന്നെയും എന്റെ മക്കളെയും നമസ്കാരക്കാരാക്കാൻ. ആ പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു. അതുകൊണ്ടല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്തു മറിയമിലൂടെ പ്രതിപാദിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഇസ്മായിൽ നബി ആരാ? ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയുടെ മകൻ. അദ്ദേഹത്തിന് നമസ്കാരം ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ എല്ലാം ഖുർആനായത്ത് വെച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളി. وَاذْكُرْ فِي الْكِتَابِ إِسْمَاعِيلَ إِنَّهُ كَانَ صَادِقَ الْوَعْدِ وَكَانَ رَسُولًا نَبِيًّا وَكَانَ يَأْمُرُ أَهْلَهُ بالصلاة والزكاة وكان عند ربه مرضيا.
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാണ്. സൂറത്തുൽ മറിയമിലൂടെ അല്ലാഹു അറിയിക്കുകയാ, അല്ലയോ മുത്ത് നബിയെ, ഇസ്മായിലിനെ കുറിച്ച് സ്മരിക്കണേ. ലോകത്തെ എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പരിശുദ്ധമായ ഖുർആനിന്റെ സ്മരണ നിലനിർത്തിയിട്ടില്ലയോ? 25 പ്രവാചകന്മാരുടെ പേര് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടില്ലയോ? ആ പ്രവാചകന്മാരിൽ പ്രമുഖനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് തങ്ങളെന്ന് സ്മരിക്കണേ മുത്ത് നബിയെ ഹബീബേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, അദ്ദേഹം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തിയത്രേ. ഒരു മുസ്ലിമിന് വേണ്ടതാണ് വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാം. മുനാഫിക്കിന്റെ അടയാളം അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കാതിരിക്കാം. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തിരക്ഷിക്കുവാൻ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് കൊടുക്കണം, വാഗ്ദാനം ചെയ്താൽ അത് കൊടുക്കണം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, വാഗ്ദാനം ചെയ്താൽ അത് പരിപൂർണമായി പാലിക്കുന്ന വ്യക്തിയത്രേ സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. വാഗ്ദാനം ചെയ്താൽ അത് പൂർത്തീകരിക്കും. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഖുർആൻ എന്നിട്ട് പറയാം, അദ്ദേഹത്തെ കുറിച്ച് വർണ്ണിക്കുക. ഇതൊക്കെ നമ്മൾ കേൾക്കണം. ഖുർആനിന്റെ ആയത്തുകൾ, ഓരോ ആയത്തുകളും അതിന്റെ അർത്ഥം എന്താ, ഇതൊക്കെ നമുക്ക് ഇതിലൊരു വഅദിന്റെ മജ്ലിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്താം. നമ്മുടെ ജീവിതത്തിൽ ഇത് അറിഞ്ഞിട്ടുണ്ടോ? അവർക്കൊക്കെ നമസ്കാരമുണ്ട്, നമ്മൾ ഇപ്പോഴത് മനസ്സിലാക്കുന്നത്. إنه كان صادق الوعد وكان رسولا نبيا. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകരും അല്ലാഹുവിന്റെ ദൂതരും അത്രേ, റസൂലും നബിയും അത്രേ. രണ്ട് മഹത്വം കൂടി കൂട്ടിയത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാണ്. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല. നബി അതുപോലെ തന്നെ റസൂല് രണ്ടും രണ്ടാണ്. നബി എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയതാകുന്ന നബുവത്ത് കൊണ്ട്, തനിക്ക് കിട്ടിയതാകുന്ന ഇസ്ലാമിക ആദർശം കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അങ്ങനെ അമൽ ചെയ്ത് അദ്ദേഹം മുന്നോട്ട് പോവുക. അദ്ദേഹത്തിന് പ്രബോധനത്തിന്റെ ആവശ്യമില്ല. റസൂൽ എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ ആദർശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് റസൂൽ. ഈ രണ്ട് ദൗത്യം കൂടി ഏറ്റെടുത്ത ആളാണ് സയ്യിദുനാ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. റസൂലും നബിയുമാണ് അദ്ദേഹം. എന്നിട്ട് അല്ലാഹു പറയുന്നത് നോക്ക് നിങ്ങൾ, വിശുദ്ധ ഖുർആൻ. അല്ലാഹു എന്നിട്ട് വീണ്ടും പറയുന്നു അദ്ദേഹത്തെ കുറിച്ച്, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്. وكان يأمر أهله بالصلاة وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തോട് സക്കാത്ത് കൊണ്ടും നമസ്കാരം കൊണ്ടും കൽപ്പിക്കുമായിരുന്നു അത്രേ. സക്കാത്ത് കൊണ്ടും കൽപ്പിക്കും, നമസ്കാരം കൊണ്ടും കൽപ്പിക്കും. അപ്പൊ അത് രണ്ടും നിർബന്ധമായത് കിട്ടി. നമുക്ക് വിഷയം നമസ്കാരമാണ്. നമസ്കാരം എന്തായാലും ഉണ്ട് എന്ന് വ്യക്തമായി വിശുദ്ധ ഖുർആൻ കൊണ്ട് നമുക്ക് സ്ഥിരപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോഴെന്താ പറഞ്ഞത്? അവർക്ക് നമസ്കാരമുണ്ട്. ഇതൊക്കെ ഖുർആനായത്താണ്. അവർക്ക് നമസ്കാരം ഉണ്ടെന്ന് അല്ലാഹു വ്യക്തമാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബനാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് വകുല്ലൻ ജഅൽനാ നബിയ്യാ ووهبنا لهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്ഹാഖ് എന്നും യാക്കൂബ് എന്നും രണ്ട് സന്താനങ്ങളെ നാം സമ്മാനിച്ചില്ലയോ? വകുല്ലൻ ജഅൽനാ നബിയ്യാ, അവരെ രണ്ടുപേരെയും നാം പ്രവാചകരായി തിരഞ്ഞെടുത്തില്ലയോ? വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്,
അവരെ സമുദായത്തിന്റെ നേതൃപടവും അലങ്കരിക്കുന്ന വ്യക്തികളായി നാം തിരഞ്ഞെടുക്കുകയും അവരോട് നാം ഉത്ബോധനം നടത്തി നിങ്ങൾ നന്മ കൊണ്ട് സമുദായത്തോട് കൽപ്പിക്കണേ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യണേ. നമസ്കരിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കണേ എന്നും അവരോട് ഉത്ബോധനം നടത്തിയെന്ന് വിശുദ്ധ ഖുർആൻ. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. എന്ത്? നമസ്കാരം കൊണ്ട് കൽപ്പിച്ചു. ആരോട്? ഇസ്ഹാഖ് നബി, യാഖൂബ് നബി. ഇങ്ങനെ നിങ്ങൾ ഖുർആനിലെ ആയത്ത് ഇങ്ങനെ ഓതാൻ നിന്ന സമയം ഒരുപാട് എടുക്കും. എല്ലാ പ്രവാചകന്മാർക്ക് നമസ്കാരം ഉണ്ടെന്ന് സ്ഥിരപ്പെടുത്താൻ തന്നെ എല്ലാത്തിനും ആയത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവർക്കും. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ഡയറക്റ്റ് ആയിട്ട് പടച്ചിറപ്പ് പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നു. وأنا اخترتك فاستمع لما يوحى إنني أنا الله لا إله إلا أنا فاعبدني واقم الصلاة لذكري. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചു അത്രേ, അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്രേ, അല്ലയോ മൂസാ നബിയെ, നിങ്ങളെ നാം പ്രവാചകരായി തിരഞ്ഞെടുക്കുകയാണ്. ഓ മൂസേ, നിങ്ങളെ നാം പ്രവാചകരായി നബിയായി തിരഞ്ഞെടുക്കുകയാണ്, റസൂലായി തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല കേട്ടോ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അതുകൊണ്ട് ഫഅ്ബുദ്നി, എന്നെ നിങ്ങൾ ആരാധിക്കണേ മൂസ, എന്നെ നിങ്ങൾ ആരാധിക്കണേ മൂസ. തൗഹീദിന്റേതാകുന്ന മന്ത്രോച്ചാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് ഹൃദയത്തിൽ രൂഢമൂലമാക്കുകയാണ്. അല്ലയോ മൂസാ നബിയെ, എന്നെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധ്യ വസ്തുവാക്കരുതേ, ബിംബങ്ങളുടെ മുന്നിൽ നിങ്ങൾ തലകുനിക്കരുതേ, വിഗ്രഹങ്ങളുടെ മുന്നിൽ നിങ്ങൾ പുഷ്പാർച്ചന നടത്തരുതേ, നിങ്ങളതാ പാലഭിഷേകവും തേനഭിഷേകവും ഇതര സമുദായത്തിൻ്റെതാകുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് നിങ്ങൾ നടത്തരുതേ, മറ്റുള്ളതാകുന്ന ആവശ്യമില്ലാത്തതാകുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വഴിതെളിക്കരുതേ, തൗഹീദിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ അടിത്തറയാക്കണേ. ഫഅ്ബുദ്നി, ഞാനല്ലാതെ മറ്റൊരു ആരാധനയില്ലാത്ത നിലയ്ക്ക് എന്നെ നിങ്ങൾ ആരാധിക്കണേ. വഅഖിമിസ് സ്വലാത ലിദിക്രി, ആ ആരാധനയിൽ ഏറ്റവും വലിയ കർമ്മമാകുന്ന നമസ്കാരം എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നിങ്ങൾ നിലനിർത്തണേ. അപ്പൊ പടച്ച റബ്ബിന്റെ സ്മരണ എങ്ങനെ കിട്ടുള്ളൂ? നമസ്കാരത്തിലൂടെ ഉണ്ടാകും. അത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. മൂസാ നബിയോട് അല്ലാഹു പറയാ, അഖിമിസ് സ്വലാ, നമസ്കാരം നീ ക്രിയാത്മകമാക്കണം കേട്ടോ, അത് നീ നിലനിർത്തണം കേട്ടോ. എന്തിനു വേണ്ടി? ലിദിക്രി, എന്നോടുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടി, എന്നോടുള്ള സ്മരണ നിലനിൽക്കാൻ വേണ്ടി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മുഹാനി എന്ന് പറയുന്ന എളാമയുടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് പടച്ച റബ്ബ് പറയുകയാണ്, ഖും യാ റസൂലല്ലാഹ് വതുഫ് ബിൽ ബൈതി യാ റസൂലല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബാലയം 7 വട്ടം വലയം ചെയ്തുകൊ വേണ്ടി നബിയെ ഉറക്കിൽ നിന്ന് എണീക്കണേ നബിയെ. ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് റസൂലേ, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയാണ്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയാണ്. അവിടെ നിന്നതാ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോയില്ലയോ? ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ, അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവുമായിട്ട് അമ്പും വില്ലും എത്രമാത്രം ഒരു പോരാളിയുടെ കയ്യിൽ അവന്റെ കയ്യിൽ നിലകൊള്ളുന്നുവോ അത്രമാത്രം ചേർന്ന് പടച്ച റബ്ബും അല്ലാഹുവിന്റെ റസൂലും നിന്നില്ലയോ? അവർ പരസ്പരം സ്നേഹ കൈമാറ്റം നടത്തിയില്ലയോ? അതിലൂടെ അല്ലാഹു നൽകിയതല്ലയോ ഈ 5 വഖ്ത് നമസ്കാരം? മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ റസൂലിനോട് വ്യക്തമായ രീതിയിൽ
ഖുർആനിലൂടെ പഠിപ്പിക്കുകയാ. അഖിമിസ്സലാത ലിദിക്രി. പടച്ചറപ്പിനെ നേരിട്ട് കാണാൻ സൗഭാഗ്യം ലഭിച്ച മുത്തുനബി ആ നമസ്കാരത്തിലൂടെ മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് വാഗ്ദാനം നൽകുന്നത് അല്ലയോ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പടച്ചറപ്പിനെ കാണാനുള്ള അവസരമാണ്. അല്ലാഹുവുമായിട്ടുള്ള മുനാജാത്താണ്, രഹസ്യമായ സംഭാഷണം. അല്ലാഹുമായിട്ട് നേരിട്ട് കണ്ടുമുട്ടിയപ്പോൾ പടച്ചറബ് കൊടുത്ത 5 വഖത്ത് നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മുസ്ലിം സമുദായത്തിലെ ജനങ്ങൾക്കും ആ നമസ്കാരത്തിലൂടെ അല്ലാഹുമായിട്ടുള്ള മുനാജാത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ നമസ്കാരം ക്രിയാത്മകമാക്കുന്നവനോ നാളെ അല്ലാഹുവിനെ നേരിട്ട് കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സറഹു അയ്യൽഖല്ലാഹ അസ്സ വജൽ ഫൽയുഹാഫിദ് അലാ സ്വലവാതിൽ ഖംസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ അള്ളാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സംസാരിച്ച പ്രവാചകൻ തിരിച്ചു പോകുമ്പോൾ നൽകിയ 5 വഖത്ത് നമസ്കാരം, അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനേ, നിന്റെ ജീവിതത്തിൽ നീ ക്രിയാത്മകമാക്കി കൊണ്ടുവന്നാൽ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ പടച്ചറപ്പിനെ ആരൊരുവനും കാണാൻ ലക്ഷ്യം വെക്കുന്നു. അവൻ 5 വഖത്ത് നമസ്കാരം മുറ പോലെ നിർവഹിക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാനെ കണ്ട നബി ആ അള്ളാഹുവിനെ കാണാനുള്ള ഒരു നമസ്കാരവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. 5 വഖത്ത് നമസ്കാരം, ആ നമസ്കാരത്തിലൂടെ പടച്ചറബിനെ കാണുകയാണ്. ഈ ദുന്യാവിൽ കണ്ണില്ലാത്തവനും ഈ ദുന്യാവിൽ കണ്ണുള്ളവനും ഒക്കെ നാളെ അള്ളാഹുവിനെ നേരിട്ട് കാണുക, മറ നീക്കിത്തരും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ലോകത്തെ ഏറ്റവും സുന്ദരനായ മനുഷ്യൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? എന്നാൽ ആ പ്രവാചകനെ പോലും പടച്ച റബ്ബിന് എത്ര വലിയ സൗന്ദര്യമുള്ളവനായിരിക്കും. ആ റബ്ബിനെ നമുക്ക് കാണണ്ടേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ത് വേണം? 5 വഖത്ത് നമസ്കാരം മുറപോലെ നിർവഹിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ, അതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ, യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഒക്കെ ആയത്തുകളുണ്ട് ഇഷ്ടം പോലെ. മറിയം ബീവി അലൈഹിസ്സലാം, മറിയം ബീവിക്ക് പ്രത്യേകമായിട്ടൊരു സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ആണത് തയ്യാർ ചെയ്തു കൊടുത്തത്. ഒരു പ്രത്യേകമായ ഒരു മെഹ്റാബ്, നമസ്കരിക്കാനുള്ള തയ്യാറ്. മറിയം ബീവിയുടെ ചരിത്രം വിശുദ്ധ ഖുർആനിലുണ്ട്. അവരെ ഏറ്റെടുത്ത സംഭവമൊക്കെ വലിയ ചരിത്രമാണ്. മറിയം ബീവി അലൈഹിസ്സലാമിനെ ഉമ്മ നേർച്ചയാക്കിയതാണ് പള്ളിയിലേക്ക്. പ്രസവിച്ചു വീണപ്പോഴത്തേക്കും പെണ്ണായി പോയി. പള്ളി കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ പള്ളിക്ക് വേണ്ടി നേർച്ച, ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി നേർച്ച, ആ പള്ളിക്ക് ഖിദ്മത്തിന്, അവിടെ ഖിദ്മത്തിന് വേണ്ടി എന്ന് നേർച്ചയാക്കി. പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി പോയി? പെണ്ണായി പോയി. പക്ഷെ ആ നേർച്ച വീട്ടി നേരെ കൊണ്ടുവന്നു. അപ്പൊ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം, ഭക്ഷണം, ചെലവും താമസവും ഏറ്റെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വലിയ ചർച്ചയും വിശാലമായ ചരിത്രമാണ്. كلما دخل عليها زكريا المحراب وجد عندها رزقا قال يا مريم أنى لك هذا قالت هو من عند الله هو من عند الله إن الله يرزق من يشاء بغير حساب. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് അന്ന് ആ പള്ളിയിലെ ഇമാമ്, മഹല്ലിലെ ഇമാമ്. അപ്പൊ പള്ളിയിലേക്ക് വേണ്ടി നേർച്ചയാക്കി. അവിടെ വലിയ നെറുക്കിട്ടു എന്നാണ് ചരിത്രം. വിശാല, ഞാൻ ചുരുക്കി പറയാണ്. നെറുക്കിട്ടു അഥവാ സമുദ്രത്തിലേക്ക് കയ്യിലിരിക്കുന്ന പേന എല്ലാവരും വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും അവരുടെ പേന വലിച്ചെറിഞ്ഞു. 27 ആളുകളാണ് ഈ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നത്. നമ്മളിപ്പോ ഇന്ന് മുത്തലിങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ.
അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്തഅല്ലിമീങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ഈ പള്ളിയിലേക്ക് നേർച്ചയാക്കിയ കുട്ടി മറിയം ബീവിക്ക് ഭക്ഷണം താമസസൗകര്യം ഏർപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ കടന്നു വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഉത്ബോധനം നടത്തി. എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്, ഒന്നിലധികം ആളുകളുണ്ട്, അതുകൊണ്ട് നറുക്കിട്ടെടുക്കുക. എങ്ങനെ നറുക്കിടുക? എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന പേരയെടുത്ത് കടലിലേക്ക് വലിച്ചെറിയുക. ആരുടെ പേരയാണോ തിരിച്ചു കയറി വരുന്നത്, കടലിൽ കൊണ്ട് തിരിച്ച് തിരയടിച്ച് കൊണ്ടുവരുന്നത്, അവർക്ക് അദ്ദേഹത്തിന്റെ ആ മഹദിയാകും മറിയം ബീവിയെ ഖിദ്മത്ത് ചെയ്യാനുള്ള, അവർക്ക് താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള സൗഭാഗ്യം കിട്ടും. അങ്ങനെ എല്ലാവരും പേനായിട്ട് 27 ആളുകൾ ഇട്ടു എന്ന ചരിത്രം തഫ്സീറുകൾ കാണാം. 27 ആളുകൾ തിരിച്ചു വന്നത് ആരുടെ പേനയാണ്? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖലമാണ്, അദ്ദേഹത്തിന്റെ പേനയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മറിയം ബീവിയോട്ടൊരു ബന്ധമുണ്ട്. അമ്മാവനാണ്. അമ്മാവനെന്നോട് എന്താ പറയാ? മടാങ്ങളൊക്കെ അങ്ങനെയല്ലേ പറയാ? കാരണവരാണ്. നമ്മളവിടെ മാമ എന്ന് പറയാം, അതുകൊണ്ടാണ് ഓരോ സ്ഥലത്ത് അറിയത്തില്ല. കാക്ക ആണ് ആര്? ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ഒരു ബന്ധവും കൂടി സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ സന്തോഷമായി. അദ്ദേഹം ഒരു പ്രത്യേകമായി തയ്യാറ് ചെയ്യുന്നത് ഒരു വിഷയമാണ്. എൻ്റെ ഒരു സബ്ജക്റ്റിനുണ്ട് മറിയം ബീവിയുടെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് സൗകര്യം പോലെ നമുക്ക് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊക്കെ പഠിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയം എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ അള്ളാഹു ഒരു പെണ്ണിന്റെ പേരിൽ എന്തിനാ അള്ളാഹു നൽകിയിരിക്കുന്നത്? പഠിക്കാനാണ്, അതൊക്കെ മനസ്സിലാക്കാനാണ്. പ്രസവവും അതിനോടനുബന്ധിച്ച വിഷയങ്ങൾ, പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അറിയേണ്ട ഒരുപാട് കഥകൾ, ചരിത്രങ്ങളൊക്കെ അതിൽ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകൻ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ തന്റെ ജീവിതത്തിൽ സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയുടെ പ്രസവമൊക്കെ വളരെയേറെ ചരിത്രമാണ്, പ്രസിദ്ധമാണ് ആ ചരിത്രങ്ങളൊക്കെ. ഏതുമായിക്കോട്ടെ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുത്തു. അദ്ദേഹം മറിയം ബീവിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു സ്ഥലം സജ്ജീകരിച്ചു കൊടുത്തു, ഇബാദത്തിന് വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി. മെഹ്റാബ് എന്നാണ് അതിന് പറയാം. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധക്കളം എന്നാണ് അതിന്റെ അർത്ഥം. യുദ്ധക്കളം. നമ്മുടെ പള്ളിയിലെ മെമ്പർ മെഹ്റാബ്. മെഹ്റാബ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? നേരർത്ഥം യുദ്ധക്കളം. എന്താ ഇവിടെ യുദ്ധം? അവിടെ വല്ല യുദ്ധമുണ്ടോ? വാളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അവിടെ യുദ്ധം തന്നെയാണ്. ശരിയാണ്. അല്ല, ആ യുദ്ധമല്ല ഈ പറയുന്നത്. മറിച്ച് യുദ്ധം എന്ന് പറഞ്ഞാൽ പിശാചിനോട്, ദുനിയാവിലെ ഹവാ, നഫ്സ്, മറ്റുള്ള കാര്യങ്ങളോടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്. അല്ലാഹു അക്ബർ എന്ന ഈ തക്ബീർ കെട്ടുന്നതോടുകൂടി ബാക്കിയുള്ളത് മുഴുവനും ഒഴിച്ചുകൊണ്ട് ഒരു യുദ്ധമാണ് അവിടെ, ഒരു ജിഹാദാണ് അവിടെ. ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തോടുള്ള ജിഹാദാണ് അവിടെ നടക്കുന്നത്. അള്ളാഹു അത് മനസ്സിലാക്കി നമസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു മെഹ്റാബ് സജ്ജീകരിച്ചു കൊടുത്ത് നമസ്കരിക്കാനുള്ളതാകുന്ന ഒരു സ്ഥലം ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയാകുന്ന മറിയം ബീവിക്ക് നൽകി എന്നാണ് ചരിത്രം. ആ സ്ഥലത്തേക്ക് ഏത് സമയത്ത് കടന്നു ചെന്നാലും മറിയം ബീവിയുടെ കയ്യിൽ നല്ല സൂപ്പർ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും, നല്ല റാഹത്തായ ഭക്ഷണങ്ങൾ ഉണ്ടാവും, വിവിധതരം ഫ്രൂട്ട്സ്. കാസർഗോഡുകാരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അവര് ഭക്ഷണത്തിന്റെ കൂടെ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണ്. അള്ളാഹു അത് നമുക്ക് ഈ സമ്പത്തൊക്കെ അള്ളാഹു അഭിവൃദ്ധി നിലനിർത്തി തരുമാറാവട്ടെ. എവിടെ ചെന്നാലും ഭക്ഷണത്തിനൊരു കുറവില്ലാത്ത അലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും എന്ന് വേണ്ട പാവപ്പെട്ട ആളുകളെയും നെഞ്ചോട് ചേർത്തതാകുന്ന ആളുകളാണ് നമുക്കുള്ളത്. നമ്മുടെ ഹമീദ് ഹാജി അടക്കമുള്ള ഒരുപാട് ആളുകൾ അള്ളാഹുർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതായാലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കുന്നു, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മെഹ്റാബ് സജ്ജീകരിച്ചു. ആ മെഹ്റാബിൽ എപ്പോൾ കടന്നു ചെന്നാലും, കാക്ക കടന്നു തന്നാലും, ആര് കാക്ക എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെന്നാലും അവിടെ എന്തെത്തിക്കും? ഇത് എന്താ പറയുക, തിരുത്തി കൊടുത്തില്ല. യൂട്യൂബിലൂടെ കേട്ടോണ്ടിരിക്കുന്നവര് കാക്ക അവിടെ വന്നപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ കാക്ക എന്ന് കരുതും. അതുകൊണ്ടാണ് നമ്മൾ തിരുത്തുന്നത്. ചിലർക്കറിയില്ലല്ലോ, യൂട്യൂബിലൂടെ ഒക്കെ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, അവർക്ക് വ്യക്തമാവൂല നമ്മുടെ നാട്ടിലെ ഭാഷയാണെങ്കിലും. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എപ്പോൾ കടന്നു ചെന്നാലും അവിടെ അതാ ഫ്രൂട്ട്സ് എത്തിച്ചിട്ടുണ്ടാവും. ഉഷ്ണകാലത്ത് ഉണ്ടാകുന്നതാകുന്ന ഫലവർഗങ്ങളൊക്കെ അതിശൈത്യകാലത്ത് കയ്യിലിരിക്കുന്നത് കാണാം. വല്ലാതെ ശൈത്യമുള്ള സമയത്ത് ഉണ്ടാവുകയേ ഉള്ളൂ. അങ്ങനത്തെ ചില ഫലങ്ങളൊക്കെ ഉഷ്ണത്തിന്റെ സമയത്ത് ചെല്ലുമ്പോൾ ആരുടെ കയ്യിരിക്കുന്നു? മറിയം ബീവിയുടെ ഇരിക്കുന്നു. ഇത് കൊള്ളാമല്ലോ. അപ്പൊ സംഭവം നാട്ടിൽ നിന്നല്ല എന്ന് വ്യക്തമായി, ഈ ഭൂലോകത്തു നിന്നല്ല. കാരണം ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ് സംഭവം. നമ്മളാണെങ്കിൽ ഇപ്പൊ ഒരാളുടെ കയ്യിൽ നല്ല പഴുത്ത മാങ്ങ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയൂലേ, ഇതിപ്പോ ഈ സമയത്ത് ഇവിടെ മാവുന്ന ഇതിപ്പോ എവിടുന്ന് കിട്ടി നിനക്ക് എന്ന് നമ്മൾ ചോദിക്കും ഓട്ടോമാറ്റിക്. എന്ന് പറഞ്ഞ പോലെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹുനാലിക ദഅ സക്കരിയ റബ്ബാ,
وكفلها زكريا كلما دخل عليها زكريا المحراب وجد عندها رزقا. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ഏത് സമയത്തും കടന്നു ചെല്ലുമ്പോ മറിയം ബീവിയുടെ കൈകളിൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നുവത്രേ, ഫലവർഗ്ഗങ്ങൾ ഉണ്ടായിരുന്നുവത്രേ. അത്യുഷ്ണമാകുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ടതാകുന്ന ഫലവർഗ്ഗങ്ങൾ ശൈത്യ കാലഘട്ടത്തിൽ കാണപ്പെടുകയാണ്. ശൈത്യ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടാകുന്ന ഫലവർഗ്ഗങ്ങൾ അത്യുഷ്ണ സമയത്തും ബഹുമാനപ്പെട്ടതാകുന്ന മറിയം ബീവിയുടെ കൈകളിൽ കണ്ടപ്പോ അത് കഴിക്കുന്നതും ഭുജിക്കുന്നതുമായി കണ്ടപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു അത്രേ, അന്നാലകി ഹാദാ, ഇതെവിടുന്നാ നിനക്കിത് കിട്ടിയത്? അന്നാലകി ഹാദാ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ കിട്ടി? ഖാലത്ത്, ബഹുമാനപ്പെട്ട മറിയം ബീവി ഉടനെ പറഞ്ഞു അത്രേ, ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത്. അഥവാ സ്വർഗത്തിലെ പഴമാണ് ഞാൻ ഈ ദുനിയാവിലിരുന്ന് കഴിക്കുന്നതെന്ന് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ കഴിക്കുന്ന ഇവിടുത്തെ പഴമാ, ഹുവ മിൻ ഇന്ദില്ല, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഖുർആനിലായത്. ഹുവ മിൻ ഇന്ദില്ല, അള്ളാന്റെ ഭാഗത്ത് നിന്നാണ്. ഖുർആനാണ് ഞാൻ ഈ പറയുന്നത്, വേറൊന്നും എന്റെ വകയില്ല. ഖുർആനായി തന്നെ ഞാൻ ഇതൊക്കെ ഓതി വെക്കുന്നത്, അള്ളാന്റെ ഭാഗത്ത് നിന്നാണ്. ഇവിടെ എന്താ സംഭവം? നമ്മൾ പറയാൻ പോകുന്നത് എന്താ? സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി ഈ മെഹ്റാബും ഇതിന്റെ പരിസരവും മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. കാരണം എന്താ, ഇവിടെ ഇപ്പൊ ജിബിരിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലക്ക് വരാതെ ഇവർക്ക് ആഹാരം കിട്ടും ഇങ്ങനെ കൊണ്ടുവന്നു. അള്ളാഹു കൊണ്ട് നേരിട്ടുകൊണ്ട് കൊടുക്കൂലല്ലോ, ഇത് മലക്ക് മുഖേന വരുന്ന സ്ഥലമാണ്. അപ്പൊ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന ഈ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ ദുആ ഉത്തരം കിട്ടും. നമ്മുടെ ചില സ്ഥലങ്ങൾ അങ്ങനെയല്ലേ, ഔലിയാക്കളുടെ മക്ബറകൾ, അമ്പിയാക്കളുടെ മക്ബറകൾ, അതുപോലെ തന്നെ സച്ചരിതരാകുന്ന ആളുകൾ വന്നു പോയിട്ടുള്ളതാകുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലത്തിന്റെയൊക്കെ പവിത്രത നമ്മൾ അവിടെ നിന്ന് ദ്വാരക്കുന്നത് എന്താ കാര്യം? ആ സ്ഥലത്തിനൊരു മഹത്വം ഉണ്ടാകും, പൊരിശ ഉണ്ടാകും. ആ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ദ്വാരക്കും, അല്ലേ? ശരിയല്ലേ പറയുന്നത്? അപ്പൊ ആ സ്ഥലത്തിനൊരു മഹത്വം ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായി ഈ സ്ഥലം എന്ന് പറയുന്ന ഒരു സാധാരണ സ്ഥലമല്ല, ഇവിടെ നിന്ന് ദുആയിരുന്ന ദുആയിന് ഉത്തരമുണ്ട്. എനിക്കാണെങ്കിൽ കുട്ടികളില്ലല്ലോ റബ്ബേ, എനിക്ക് കുട്ടികൾ ഉണ്ടാകുമെന്ന് ദുആയിരുന്നു. നോക്കാം, മക്കളില്ലാത്ത ആളുകളെ ശ്രദ്ധിച്ചോളി. പോരിശുള്ള മഹത്വമുള്ളതാകുന്ന സ്ഥലങ്ങളിൽ വന്ന് ദുആ ചെയ്താൽ കിട്ടുന്നതാകുന്ന കൂലി, അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി നിന്നുകൊണ്ട് ദുആ ചെയ്തതാകുന്ന സ്ഥലത്ത് മറിയം ബീവി ആരാധന നിർവഹിച്ചിരുന്നതായ മെഹ്റാബിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബേ, എനിക്ക് നീ ഒരു സന്താനത്തെ നൽകണേ അല്ലാ, കൺകുളിർമയാകുന്ന ഒരു കുട്ടിയെ നൽകണേ അല്ലാ. ഞാൻ പ്രായമെത്തിയിരിക്കുന്നു, വല്ലാതെ പ്രായം ചെന്നിരിക്കുന്നു, എനിക്കൊരു കുട്ടിയെ നൽകണേ അല്ലാ. സന്താന സൗഭാഗ്യമില്ലാത്ത ഒരു പ്രവാചകനായി എന്നെ നീ മാറ്റരുത് അല്ലാ എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ആ മിഹ്റാബിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആയിരുന്നപ്പോ ഫതഖബ്ബലഹാ, ബഹുമാനപ്പെട്ട സക്കരിയ നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു അത്രേ. ഫനാദതുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ആ മിഹ്റാബിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അദ്ദേഹത്തെ വിളിച്ചറിയിക്കുകയാണ്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു
യഹ്യാ ഇസ്മുഹു യഹ്യാ. അല്ലയോ സക്കരിയ പ്രവാചകരെ, നിങ്ങൾക്കിതാ നാം സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളുടെ മകളാകുന്ന മറിയം ബീവി നമസ്കരിച്ച് ഇബാദത്ത് എടുത്തതാകുന്ന സ്ഥലത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തതാകുന്ന അല്ലയോ സക്കരിയ നബി, നിങ്ങളുടെ ദുആ അല്ലാഹു കേട്ടു അത്രേ. നിങ്ങൾക്കിതാ പടച്ച റബ്ബ് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്ന സഹോദര, മക്കളില്ലാതെ ദുആ ചെയ്യാൻ ഉസ്താദുമാരോട് പറയുന്ന സഹോദരങ്ങളെ, ആ ദുആകൾ ചെയ്യുന്നതിനോടൊപ്പം നിന്റെ നമസ്കാരം കൃത്യമാക്കണേ. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോരിശയുള്ള മഹത്വമുള്ള തിരുസവിധത്തിൽ നിന്നുകൊണ്ട് മറിയം ബീവി നമസ്കരിച്ച് മെഹ്റാബിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹു മലക്കിനെ പറഞ്ഞയക്കും അത്രേ. അല്ലാഹു പറഞ്ഞയച്ചുകൊണ്ട് മലക്കുകൾ മുഖേന അറിയിക്കുകയാണ്, അല്ലാഹു തന്നെ പേരിട്ടതാകുന്ന യഹ്യ എന്ന ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നാം മകനായി നൽകുകയാണ്. യഹ്യ എന്ന പേര് ആരായിട്ടത്? ആരായിട്ടത് പറയും? അല്ലാഹു ഇട്ട പേരാ. അല്ലാഹു ഇട്ട പേരാ യഹ്യ നബി അലൈഹിസ്സലാം. മകനെ ആക്കി, മകൻ മാത്രമല്ല മകനെ പ്രവാചകനുമാക്കുകയാണ്. മകനെ പ്രവാചകനായിട്ട് നാം നൽകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിച്ചു. നമ്മുടെ വിഷയം എന്താ? അദ്ദേഹത്തിന് മകനെ കിട്ടിയതോ അതൊന്നും അല്ല നമ്മുടെ ചരിത്രം. മറിച്ച് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, ഖുർആനിലെ ആയത്താണ്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് ഉത്ബോധനം നടത്തുന്നത്. എന്ത്? നിങ്ങൾക്ക് ഇതാ ഒരു സന്താനത്തെ നൽകുന്നു, യഹ്യ എന്ന ഒരു പൊന്നുമോനെ നൽകുന്നു. വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനിലെ ആയത്തിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കി. ഞാൻ ഇങ്ങനെ ആയത്തിലോട്ട് പോകുന്നില്ല, നമ്മുടെ വിഷയം പോകും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസത്തെ സബ്ജക്റ്റാണ്. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരം ഉണ്ടെന്ന് മാത്രം സുബൂത്താക്കി വരുമ്പോൾ നമ്മുടെ സമയം പോകും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഓരോരോ പ്രവാചകന്മാരുടെ വിഷയങ്ങൾ പറയുമ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോളീൻ. വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു. പ്രവാചകർക്ക് തൊട്ടു മുമ്പ് കടന്നു വന്ന ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ കിടന്ന് സംസാരിച്ച വ്യക്തിയല്ലേ? അദ്ദേഹം തൊട്ടിൽ കടന്നുകൊണ്ട് പറഞ്ഞില്ലേ, ആരാണ് നിന്റെ ഉമ്മയെന്ന് ചോദിച്ചപ്പോ തൊട്ടിൽ കടന്നുകൊണ്ട് പറയുന്നു, ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയാ വജഅലനി മുബാറകാ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. പടച്ച റബ്ബ് എന്നെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തതാണ്. എന്നോട് നമസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം മുഴുവനും ചെയ്യണമെന്ന് റബ്ബിന്റെ ആജ്ഞയുള്ളതാണ്, കൽപ്പനയുള്ളതാണ്. എന്നോട് നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊണ്ടും പടച്ച റബ്ബ് കൽപ്പിച്ചിട്ടുണ്ട്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ആര് പറയാ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. എല്ലാ പ്രവാചകന്മാരും നമ്മുടെ പ്രവാചകന് തൊട്ട് മുമ്പുള്ളത്. ഇനി നമ്മുടെ പ്രവാചകന് വല്ല സംശയമുണ്ടോ? ഒട്ടുമില്ല. കാരണം എന്താ? നമ്മുടെ പ്രവാചകനോടാണ് 5 വഖത്ത് നമസ്കാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നമസ്കാരമുണ്ടെങ്കിൽ പോലും അവരുടെ നമസ്കാരങ്ങളൊക്കെ ക്രിയാത്മകമല്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് 5 വഖത്തും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഓരോരോ വഖത്തുകൾ വെച്ച് അവർക്ക് നൽകി. എണ്ണത്തിൽ കുറവുണ്ട്. നമ്മുടെ നമസ്കാരത്തിന്റെ രൂപോ ഭാവോ ഒന്നുമല്ല. നമ്മുടെ നമസ്കാരത്തിന്റെ ശൈലിയേ അല്ല അവർക്ക്. അതിൽ നിന്ന് വിഭിന്നമാകുന്ന രീതിയും ഭാവവും കോലവുമായിരുന്നു മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് നൽകിയിരുന്ന നമസ്കാരം എന്നുള്ളത് ഉലമാക്കൾ പഠിപ്പിക്കുകയാണ്. ഏതുമായിക്കോട്ടെ, അവർക്കൊക്കെ നമസ്കാരമുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്. സമയബന്ധിതമാണ്.
നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ മർമ്മപ്രധാനമായിട്ട് ആദ്യമായി പഠിക്കേണ്ടത് നമസ്കാരം സമയത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്. സമയത്ത് നമസ്കരിക്കുക, അല്ലാത്തത് നമുക്ക് പറ്റൂല, അല്ലാത്തത് ശരിയാവുകയില്ല. കാരണം എന്താ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഏറ്റവും വലിയ ശ്രേഷ്ഠമാകുന്ന അമൽ എന്താണ്? ഏറ്റവും വലിയ ശ്രേഷ്ഠമാകുന്ന അമൽ, ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ മറുപടി കൊടുത്തു അത്രേ, അസ്സലാത്തു ലിവഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ്. നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ അമലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു ലിവഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമസ്കാരം ഒരാൾ കറക്റ്റ് സമയത്ത് നമസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ അതറിയണമല്ലോ നമ്മൾ. ആദ്യ വഖത്തിൽ ഒരാൾ നമസ്കാരം നിർവഹിച്ചു, പള്ളിയുടെ ബാങ്ക് വിളിച്ചു, ആ ബാങ്ക് വിളിക്ക് ഉത്തരം കേട്ടുകൊണ്ട് പുരുഷന്മാരെ പള്ളിയിലേക്ക് വരികയും സ്ത്രീകൾ ബാങ്ക് വിളി കേട്ടാൻ ഉടനെ തന്നെ തലയിൽ തട്ടുവിട്ടിട്ട് വേഗം തന്നെ ഒതുവെടുത്ത് വീട്ടിനകത്തേക്ക് കയറി ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചാൽ എന്താണ് അതിന് പ്രതിഫലം? സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയാത്ത സംഗതികൾ അതിലുണ്ട്. قال رسول الله صلى الله عليه وسلم إذا صلى العبد في أول وقتها صعدت إلى السماء حتى انتهى إلى العرش فتستغفر لصاحبها فيدعو الله سبحانه حفظك الله كما حفظتني. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ നമസ്കാരം ആദ്യ വഖത്തിൽ നിർവഹിച്ചിട്ടുണ്ടോ, ആദ്യ വഖത്തിൽ നമസ്കാരം ആര് നിർവഹിച്ചിട്ടുണ്ടോ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കൊലി അവന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുമ്പോ വധുവെടുത്തുകൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലതുഭാഗത്ത് ഒന്നാമത്തെ സഫിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ആദ്യ വഖത്തിൽ ആരൊരുവൻ നമസ്കരിച്ചാൽ, ആദ്യ ജമാഅത്തിൽ ആരൊരുവൻ പങ്കാളിയായാൽ, സഅദത്തിൽ സമാ സഅദത്തിൽ സമാ, അവന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരുമത്രേ. അവന്റെ നമസ്കാരം സലാം വീട്ടി കഴിയുമ്പോ റബ്ബിന്റെ സവിധത്തിലേക്ക് ഉയരുമത്രേ. ആ നമസ്കാരം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായി അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഉയരും. ഇശാ നമസ്കാരം ജമാഅത്തായിട്ട് ആദ്യ വഖത്ത് നമസ്കരിച്ച സഹോദരങ്ങളോട് മനസ്സിലായിക്കോളി, നിങ്ങൾ നമസ്കരിച്ച് സലാം വീട്ടി കഴിഞ്ഞാലൂടെ നിങ്ങളുടെ നമസ്കാരം കൊണ്ട് പോയിട്ടുണ്ട്, അള്ളാന്റെ അർശിന്റെ ചുവട്ടിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നമസ്കാരം അള്ളാന്റെ റസൂല് പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്താൻ, നമസ്കാരം നേരെ ഉയരും എങ്ങോട്ട്? സഅദത്തിൽ സമാ ഹത്താ തഹാ ഇലൽ അർശ്, അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നമ്മുടെ നമസ്കാരം എത്തിച്ചേരുമത്രേ. ഒരുവൻ സമയത്ത് നിർവഹിച്ചാലെങ്കിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫതസ്തഗ്ഫിറു ലിസാഹിബിഹാ, ഏതൊരുവനാണ് നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിച്ചത്, ഏത് ഉമ്മയാണ് നമസ്കാരത്തെ കൃത്യമായി അനുഷ്ഠിച്ചത്, അവർക്ക് വേണ്ടി നമസ്കാരം അല്ലാഹുവിനോട് പാപമോചനത്തിനർത്ഥിക്കുമത്രേ. അല്ലാഹുവേ, ഇന്നാലിന്ന സഹോദരന് ഇന്നാലിന്ന സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരൊരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. നമസ്കാരമാകുന്ന എന്നെ ഒരു ബദ്ധശ്രദ്ധ പതിപ്പിക്കുന്നവരാണ്, അതുകൊണ്ട് നീ പുറത്തു കൊടുക്കണേ എന്ന് നമസ്കാരം എന്ന റബ്ബിനോട് യാചിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫയദു അല്ലാഹ സുബ്ഹാനഹു, അല്ലാഹുവിന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമത്രേ, നമസ്കാരം പ്രാർത്ഥിക്കുമത്രേ, അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമസ്കാരം പറയുമത്രേ. ഹഫിളകല്ലാഹു
കമാ ഹഫിളതനി. അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, നമസ്കാരമാകുന്ന എന്നെ നീ ശ്രദ്ധിച്ചതുപോലെ, എന്നോട് നീ ശ്രദ്ധ പതിപ്പിച്ചതുപോലെ, എന്നോട് നീ പരിശ്രമിച്ചതുപോലെ നിനക്ക് അല്ലാഹു എല്ലാവിധ കാവൽ നൽകട്ടെ. നമസ്കാരമാകുന്ന എന്നെ കാത്ത് സംരക്ഷിച്ചതുപോലെ റബ്ബ് നിന്നെ കാത്ത് സംരക്ഷിക്കട്ടെ. വാഹനത്തിൽ യാത്ര ചെയ്യുന്നതാകുന്ന സഹോദര, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സഹോദര, ഫ്ലൈറ്റിൽ പ്രവാസ ലോകത്തേക്ക് പോകുന്ന സഹോദരി, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നിന്റെ നമസ്കാരം ക്രിയാത്മകമായാൽ നിനക്ക് വേണ്ടി നമസ്കാരം പ്രാർത്ഥിക്കുമത്രേ. 12:50 പൊങ്ങുന്നതാകുന്ന ഫ്ലൈറ്റ് ആണ്. അതിനു മുമ്പ് നിനക്ക് എയർപോർട്ടിൽ നമസ്കരിക്കാൻ സൗകര്യമുണ്ടായിരുന്നു, വഴിനീളെ പള്ളികൾ ഉണ്ടായിരുന്നു, നമസ്കരിക്കാനുള്ള നമസ്കാര സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു, ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു. എത്രയോ സ്ഥലങ്ങളിൽ നിനക്ക് ശുദ്ധീകരണം നടത്തിയിട്ട് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രവാസ ജീവിതത്തെ ജീവിതമോർത്തിട്ട് അവിടെ എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള ആഗ്രഹം വെച്ചിട്ട് നിന്റെ നമസ്കാരം നീ കളഞ്ഞു കൊടുച്ചില്ലയോ? എത്രയോ നമസ്കാരങ്ങളാണ് നീ ഖലാക്കുന്നത്, എത്രയോ നമസ്കാരത്തെയാണ് നീ നിസ്സാരവൽക്കരിക്കുന്നത്. നമസ്കാരം സമയത്ത് നിർവഹിച്ചാൽ, ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവന്റെ നമസ്കാരം അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് എത്തുമത്രേ. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമത്രേ, അല്ലാഹുവിനെ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പറയുകയും റബ്ബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ദുആയിരക്കുമത്രേ നമസ്കാരം. ഹഫിളകല്ലാഹു കമാ ഹഫിളതനി. നമസ്കാരമാകുന്ന എന്നെ നീ കാത്ത് സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലയോ? യാത്ര പോകുന്ന വ്യക്തികൾ ആ യാത്രയ്ക്ക് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണേ. സഫറിന്റെ 2 റക്അത്ത് സുന്നത്ത്, യാത്ര 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമസ്കരിക്കുന്നതിന് നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഫാത്തിഹ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഖുൽ ഹുവല്ലാഹ് ഓതി നീ നമസ്കരിച്ചിട്ട് യാത്ര ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. യാത്ര എത്ര റാഹത്താവും. ഞാൻ മിനിഞ്ഞാന്ന് ബുധനാഴ്ച ഇവിടെ വന്ന് ഇച്ചിലങ്കോട് വന്ന് പ്രഭാഷണം നടത്തി, പിറ്റേ ദിവസം അവിടെ എത്തി, വ്യാഴാഴ്ച അവിടെ എത്തി, അന്ന് പിന്നെ വെള്ളിയാഴ്ച ജുമയ്ക്ക് കൊല്ലം പോയി, പിന്നെ രാവിലെ വീണ്ടും ട്രെയിൻ കയറി ഇവിടെ വരികയാണ്. ഇപ്പൊ നാളെ കണ്ണൂർ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. എന്താ യാത്ര കഴിഞ്ഞിട്ട് വന്ന് വിശ്രമിക്കലല്ലേ, നേരെ വന്ന് പ്രഭാഷണത്തിലേക്ക് വന്ന് നടക്കുക. 7:30 വന്ന് ഇവിടെ വന്ന് പരിശ്രാമിന് വന്ന് ഇറങ്ങി നേരെ വന്നു, ഭക്ഷണം കഴിച്ച് നേരെ ഇവിടെ വന്ന് വാതിന് തുടങ്ങി. ഇങ്ങനെ ഞാൻ മാത്രമല്ല, പ്രഭാഷണം നടത്തുന്ന എല്ലാ ഉസ്താദുമാരും ആലിമീങ്ങളും എല്ലാവരും അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ, അവർക്കൊക്കെ അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പറയുന്നത് ഇങ്ങനെ ഓടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി അവർ പോകുന്നു. അതുപോലെ നമ്മളിൽ തന്നെ യാത്ര ചെയ്യുന്ന എത്ര ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ജീവിതമാർഗത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പോവുകയാണ്. ഈ പോകുന്ന സന്ദർഭത്തിലൊക്കെ എന്തേ നമുക്ക് 2 റക്അത്ത് സഫറിന്റെ സുന്നത്ത് നമസ്കരിച്ചാൽ എന്താ? അപകടങ്ങളിൽ നിന്ന് രക്ഷയാണ്. നീ നമസ്കരിച്ച് സലാം വീട്ടിയാലൂടെ ഞാൻ നമസ്കാരം അല്ലാഹുവിന്റെ തിരുസുബിധത്തിൽ എത്തിയിട്ട് നിനക്ക് വേണ്ടി ദുആ ഇറക്കാന്ന. നമുക്ക് ചെറിയ യാത്രയേ ഉള്ളൂ, കല്യാണത്തിന് വേണ്ടി പോവുക, ആയിക്കോട്ടെ, നീ നമസ്കരിച്ചിട്ട് പോകുന്ന ആ യാത്രയിൽ നിനക്ക് എന്തെന്നില്ലാത്ത സാധാരണ ഉണ്ടാവാത്തൊരു സന്തോഷം അന്നത്തെ ദിവസം ഉണ്ടാവും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സാധാരണ യാത്രയിൽ നിനക്ക് മനക്ലേശവും ദുരിതമായിരിക്കും, പക്ഷെ അന്നത്തെ ദിവസം നിനക്ക് സന്തോഷമായിരിക്കും. നമസ്കാരത്തിലൂടെ എന്തൊക്കെ നേടിയെടുക്കാം? എത്ര നമസ്കാരങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. സുബഹിയുടെ സുന്നത്ത് എത്ര ശ്രേഷ്ഠതയുള്ളതാണ്, എത്ര പവിത്രതയുള്ളതാണ്. ആരാ അത് ശ്രദ്ധിക്കുന്നത്? സുബഹിയുടെ സുന്നത്ത് നമസ്കാരം, സുബഹിക്ക് മുമ്പുള്ളതാകുന്ന 2 റക്അത്ത് സുന്നത്ത് വളരെ ശ്രേഷ്ഠതയുള്ളതാ, മുഅക്കദായ ശക്തിമത്തായ സുന്നത്താ. ആരാ ഇത് ശ്രദ്ധിക്കുന്നത്? സുബഹി പോലെ നമസ്കരിക്കാത്ത കൂട്ടത്തിലല്ലേ നമ്മളിൽ പലരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുബഹി തന്നെ ഇല്ല, പിന്നല്ലേ സുബഹിയുടെ സുന്നത്ത്. സുബഹിയുടെ സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കണം. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ പഴയ കാരണവന്മാർ ചെയ്യുന്നത് പോലെ റവാത്തിബ് സുന്നത്തുകൾ പരിഗണിക്കുന്നില്ല. നമസ്കാരത്തിന് ഫർള് വന്ന് ഒരു വിധത്തിൽ നിസ്കരിച്ചിട്ട് വേഗം ഓടിപ്പോവുക, സുന്നത്ത് നമസ്കാരങ്ങളൊന്നുമില്ല, അത് പാടില്ല. നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കള് പുതുതലമുറ പഠിക്കുന്നത്, മറ്റുള്ളവരെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. എവിടേക്കാ നിന്റെ ഓട്ടം? 40-50 വയസ്സുള്ളതാകുന്ന പ്രായം ചെന്ന ആളുകൾ വേഗം ഇത് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോയി ഐക്കോറയും കഴിച്ച് ഭക്ഷണം കഴിച്ച് റാഹത്തായിട്ട് കിടന്ന് ഉറങ്ങാൻ പോകണം. എന്താ പോകുന്നത്? എങ്ങോട്ടാ നീ ഓടുന്നത്? നാളെ തിരിച്ച് നിനക്ക് ഈ പള്ളിയുടെ ചുറ്റുവട്ടത്ത് ഖബർസ്ഥാനിൽ വന്ന് കിടക്കണ്ടേ, റാഹത്തായ നിലയിൽ ഉറങ്ങണ്ടേ, വിശ്രമിക്കണ്ടേ? വേണമെങ്കിൽ നിന്റെ നമസ്കാരം ക്രിയാത്മകമാക്കി അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. നമസ്കാരത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല.
ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരാളിരുന്ന് വല്ലാതെ ദുആ ചെയ്യാണ്, പൊട്ടിക്കരയ ഒരു പെണ്ണൊന്നും വല്ലാതെ ദുആരക്കാൻ. എന്താണ് നീ ചെയ്ത പാപമെന്ന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ചെയ്ത പാപം മറ്റൊന്നുമല്ല, ഞാൻ വ്യഭിചരിച്ചു. ആ വ്യഭിചരിച്ചതിലൂടെ എനിക്കൊരു കുട്ടിയുണ്ടായി. ഒരു ചെറുപ്പക്കാരിരുന്ന് വല്ലാതെ പൊട്ടിക്കരയുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, എന്താ നീ ചെയ്ത തെറ്റ്? മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു അത്രേ, ഇന്നി സനൈതു യാ റസൂലല്ലാഹ് വവലത്തു ഫീഹി വലദാ വഖതൽതുഹു. എനിക്കൊരു വ്യഭിചാരത്തിലൂടെ കുഞ്ഞ് ജനിച്ചു നബിയേ, എനിക്ക് വ്യഭിചാരത്തിലൂടെ ഒരു കുട്ടി ജനിച്ചു നബിയേ. മൂസാ നബി അലൈഹിസ്സലാമിനോട് ആ സഹോദരി പറയുകയാണ്, വഖതൽതുഹു, ആ കുട്ടിയെ ഞാൻ കൊന്നു കളഞ്ഞു നബിയേ, കൊന്നു കളഞ്ഞു നബിയേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എനിക്ക് തൗബയുണ്ടോ എന്ന് ആ പെണ്ണ് ചോദിച്ചപ്പോ, ആ സഹോദരി ചോദിച്ചപ്പോ, ഫഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഖൂമി അന്നീ ഉഖ്റുജി അന്നീ, നീ എണീറ്റ് പോകണേ പെണ്ണേ, എന്നെ തൊട്ട് മാറി നിൽക്കണേ, നിനക്ക് തൗബയില്ല, തൗബയില്ല, ലാ തൗബത ലകി, നിനക്ക് തൗബയില്ല, തൗബയില്ല. നീ വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, അതിലൂടെയുണ്ടായ കുട്ടിയെ നീ കൊന്നും കളഞ്ഞല്ലോ, നിനക്ക് തൗബയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനെ ആട്ടിയോടിച്ചപ്പോ നസലൽ അമീൻ, നസലൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസാ നബിയോട് പറയുന്നു, ബിമറദതഹാ, എന്ത് കാരണത്തിലാണ് മൂസ ആ പാവപ്പെട്ട പെണ്ണിനെ നീ ആട്ടിയോടിച്ചത്? അവൾക്ക് തൗബയില്ല എന്ന് നീ പറഞ്ഞത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിൽ തൗബയില്ലയോ? ഏത് പെണ്ണിനാണ് തൗബയില്ലാത്തത്? പശ്ചാത്താപ മനസ്സോടുകൂടി ഖേദിച്ചുകൊണ്ട് കടന്നു വന്നതായ പെണ്ണല്ലയോ? അവളുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ്. പക്ഷേ നീ അറിയണേ, മാ വജത്ത ശർറൻ മിൻഹാ, അമാ വജത്ത ശർറൻ മിൻഹാ, അവളെക്കാൾ ശർറായിട്ടുള്ള ആളുകളെ നിന്റെ കൂട്ടത്തിൽ നീ കണ്ടിട്ടില്ലയോ മൂസാ? അവരെക്കാൾ ശർറായ ആളുകളെ നിന്റെ സമൂഹത്തിൽ നീ കണ്ടിട്ടില്ലയോ മൂസാ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചുറപ്പേ, ആരാണ്? അല്ലയോ ജിബ്രീലേ, പറഞ്ഞു തന്നാലും ആരാണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, താരിഖു സ്വലാ ആമിദൻ മുതഅമ്മിദാ, മനഃപൂർവ്വം നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവരാണെന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ. ആരവൻ നമസ്കാരത്തെ മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നുണ്ടോ? സുബഹി നമസ്കാരത്തെ ഖളാക്കുന്നവരുണ്ടോ? ജമാഅത്തായി നമസ്കരിക്കാത്തവരുണ്ടോ? നമസ്കാരത്തെ അലസതയോടുകൂടി, നമസ്കാരത്തെ യാതൊരുവിധ താല്പര്യമില്ലാതെ അശ്രദ്ധരായിട്ട് കാണുന്നവരുണ്ടോ? കാണുന്നവരുണ്ടോ? മനസ്സിലാക്കണേ, മനസ്സിലാക്കണേ. അവർക്ക് അല്ലാഹുവിന്റെ റസൂല് വ്യക്തമാക്കുകയാണ്, മൂസാ നബി അലൈഹിസ്സലാമിനോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, മൂസാ നബിയെ അവർ വ്യഭിചരിച്ചവരെക്കാൾ വളരെ ശർറായവരാണ് നബിയേ, വ്യഭിചരിക്കുന്നവരെക്കാൾ ശർറായവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിചാരത്തെക്കാൾ വളരെ മോശം. അതുകൊണ്ട് സുബഹി നമസ്കരിക്കാതെ നമ്മൾ കിടന്ന് ഉറങ്ങാൻ പാടില്ല. സുബഹി നമസ്കരിക്കണം, സുബഹി നമസ്കരിക്കണം. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത് വളരെ പവിത്രതയുള്ളതാണ്. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത്. ആ സുബഹിയുടെ സുന്നത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത് ഓതുക. അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ എന്ന സൂറത്തും അതിനോടൊപ്പം തന്നെ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതുക. അങ്ങനെ 2 റക്അത്ത് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ.
എനിക്ക് വല്ലാത്ത പ്രശ്നമാണ്. കച്ചവടത്തിൽ റാഹത്തില്ല, ജീവിതത്തിൽ പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, കുടുംബത്തിൽ അങ്ങനെയാണ്, വിസ ശരിയാകുന്നില്ല, എൻ്റെ കച്ചവടമൊന്നും ഇല്ലതല്ല. ഇപ്പം 500,000 നോട്ടിന്റെ പ്രശ്നത്തോടുകൂടി ആകെ എല്ലാം തകർന്നിരിക്കുകയാണ്. എന്തോ പ്രശ്നം ഉസ്താദെ, മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഒന്നും ചെയ്യണ്ട, നീ നമസ്കാരം നിർവഹിക്കും. 5 വഖത്ത് നമസ്കാരം കൃത്യമായി കൊണ്ടുവരിൻ. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിൽ ഈ പറഞ്ഞ സൂറത്തുകൾ നീ പാരായണം ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളൊരു 11 ദിവസം അങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്തു നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കും ഉറപ്പായിട്ടും. ആരാ ഇത് പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم من صلى سنتي الصبح بقراءة علم لم يجده في ذلك اليوم ألم. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആരവൻ സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അലം എന്ന് വരുന്നതായ സൂക്തം കൊണ്ട് നമസ്കരിച്ചിട്ടുണ്ടോ, അഥവാ അലം നശ്റഹ് ലക സദറക എന്ന സൂക്തം കൊണ്ടും 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂക്തം കൊണ്ട് ആരവൻ നമസ്കരിച്ചിട്ടുണ്ടോ, ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ ഒരു മനസ്സിന് വിഷമവും ഉണ്ടാവുകയില്ല, ഒരു മനപ്രയാസവും ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മളൊരു സദസ്സിൽ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന അറിവുകൾ കിട്ടണം. അതിനാ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. 2 കാര്യം പറഞ്ഞു. യാത്രയുടെ മുമ്പുള്ള സുന്നത്ത്, 2ാമത്തത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. എല്ലാ നിസ്കാരത്തിനു മുമ്പ് ശേഷം ഉണ്ട്, എന്നാൽ ഇത് പ്രത്യേകമായി ഗൗനിക്കേണ്ടതാണ് ഈ സൂക്തവും. അതിനെ ഉലമാക്കളെ റസൂലുള്ളാഹിന്റെ വാക്കെടുത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നു, ആ 1ാമത്തെ സൂക്തത്തിൽ കുല്യായുൽ കാഫിറൂൻ, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതണമെന്നും ഹദീസുണ്ട്. ഇത് രണ്ടും കൂടി ജമഅ ചെയ്തിട്ട് അഥവാ ഒരുമിച്ച് കൂട്ടിയിട്ട് ഉലമാക്കൾ പറയുന്നു, 1ാമത്തെ റക്അത്തിൽ നീ അലം നശ്റഹ് സൂറത്തിനോടൊപ്പം കുല്യായുൽ കാഫിറൂൻ ഓതി വെക്കുക, 2ാമത്തെ സൂക്തത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. അപറാഹത്തെ ചെയ്യൂല ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയും ഓരല്ലോ, ഒന്നും കൂടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ചെയ്താൽ അന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ സുബഹി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. നാളത്തെ ദിവസം ഒരു മനസ്സിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങളുടെ മനസ്സിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവൂല. എന്ന് പറഞ്ഞാൽ മനസ്സെപ്പോഴും റാഹത്തായിരിക്കും. മനസ്സ് റാഹത്താകലല്ലേ വേണ്ടത് നമുക്ക്. മനുഷ്യന് സമാധാനക്കേടല്ലേ ഇപ്പോൾ ഉള്ളത്. സമാധാനത്തിന് വേണ്ടിയല്ലേ മനുഷ്യൻ ഓടുന്നത്. അള്ളാന്റെ വിശുദ്ധ ഇസ്ലാമിൽ സമാധാനത്തിലുള്ള പോംവഴികൾ പറഞ്ഞുതരിക. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമസ്കാരം കൃത്യമായിട്ട് ഒരുവൻ നമസ്കരിച്ചിട്ടില്ലെങ്കിലോ, നമസ്കാരം കൃത്യമായി നിർവഹിച്ചാൽ അവന്റെ നമസ്കാരം അള്ളാഹിന്റെ തിരുസവിധത്തിലെത്തിയിട്ട് അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് അള്ളാഹു ഇവനെ നീ കാത്ത് സംരക്ഷിക്കണേ എന്ന് ദുആയിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ സഅദത ഇലാ സമാ وعليها ظلما. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ നമസ്കാരം സമയത്ത് നിർവഹിച്ചിട്ടില്ലയോ, സമയത്ത് നമസ്കാരം നിർവഹിക്കാതിരുന്നോ, ബാങ്ക് വിളിച്ചു ഇഖാമത്ത് കൊടുത്ത് പള്ളിയുടെ മുറ്റത്ത് നിൽപ്പുണ്ട്, വർത്തമാനത്തിനാണ്, അല്ലെങ്കിൽ ചോറും കറിയും വെക്കുന്ന തിരക്കിലാണ്, പല നിരക്കവന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. പക്ഷെ നമസ്കാരത്തിൽ അവന് താല്പര്യമില്ല. നമസ്കാരം അശ്രദ്ധമായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ എത്രയോ ചെറുപ്പക്കാരുണ്ട്. പരിശുദ്ധമായ പള്ളിയുടെ കത്തളത്തിലേക്ക് കൃത്യമായി ജമാഅത്തിന് കടന്നു വരാൻ അവന് സമയമുണ്ട്, അവന് സന്ദർഭമുണ്ട്. വീട്ടിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പരയങ്ങാനം ബദർ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോവുകയാണ് ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാരനാണ്. +2 പഠിക്കുന്ന പൊന്നുമോനാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോനാണ്. പക്ഷെ പരയങ്ങാന പള്ളിയുടെ മുറ്റത്തെത്തിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ട്, ആ ബാങ്ക് വിളിക്കവൻ ഉത്തരം നൽകുന്നില്ല. ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്, അപ്പോഴും അവന് പള്ളിയിൽ കയറിയിട്ടില്ല. ഒതുവെടുത്തുകൊണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോത്ത് ചീറ്റി തെറിപ്പിച്ചിട്ട് സമയം അവൻ കളഞ്ഞു കുടിക്കുകയാ. ഒതുവിന്റെ വെള്ളം അവൻ വല്ലാതെ പാഴാക്കുകയാണ്. ഹറാമല്ലയോ, ഹറാമല്ലയോ? ഉലമാക്കൾ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതല്ലയോ, 3 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ നിന്റെ മുഖത്തേക്ക് നീ പള്ളിയുടെ വെള്ളം ഉപയോഗിച്ചാൽ അത് ഹറാമാണ്, അത് ഹറാമാണ്.
ആരാണിത് ശ്രദ്ധിക്കുന്നത്? എത്ര പേരാണിത് ശ്രദ്ധിക്കുന്നത്? ദുർവ്യയം ചെയ്യുകയല്ലയോ, ദൂർത്തടിക്കുകയല്ല നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ. അറിയണേ, മനസ്സിലാക്കണേ, ഗൗരവമുള്ളതാണ്, ഗൗരവമുള്ളതാണ്. നീ നമസ്കരിക്കാനാണ് പള്ളിയിൽ വന്നത്, ഇബാദത്തിന് കൂലിയുണ്ട്, നമസ്കാരത്തിന് കൂലിയുണ്ട്. പക്ഷെ നമസ്കരിക്കാൻ നിൽക്കുന്ന സഹോദര, ആ പള്ളിയിലേക്ക് നീ ഒതുവെടുക്കാൻ വേണ്ടി കടന്നു വരുമ്പോ നിന്റെ കയ്യിലേക്ക് നീ ടാപ്പ് തുറന്നു വെച്ചിരിക്കുന്നതായ വെള്ളം അത് നീ അമിതമാക്കിയാൽ, അത് വെറുതെ താഴേക്ക് നീ കളഞ്ഞാൽ, കൂട്ടുകാരോട് സംസാരിക്കുന്നതിനിടയിൽ അരമണിക്കൂർ ടാപ്പ് തുറന്നു വെച്ചുകൊണ്ട് സമയം നീ ചെലവഴിച്ചാൽ, പള്ളിക്ക് നല്ല വരുമാനമില്ലയോ, നാട്ടുകാർ വലിയ പണക്കാരല്ലയോ, പ്രവാസികൾ സമ്പത്ത് നൽകുന്നില്ലയോ, പള്ളിയുടേതാകുന്ന കറണ്ട് ബിൽ അടച്ചു പോകുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ 100 രൂപ മാസം വരെ കൊടുത്താലും പൊന്നുമോനെ ഹറാമാണ്, ഹറാമാണ്. നീ 3ാമത്തെ പ്രാവശ്യത്തിന് ശേഷം 4ാമതായി പള്ളിയുടെ വെള്ളമെടുത്താൽ അത് ഹറാമാണ്, ഹറാമാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുമ്പോ എത്ര സൂക്ഷ്മത വെക്കേണ്ട രംഗമാണ് നമസ്കാരം, എത്ര സൂക്ഷ്മത പാലിക്കേണ്ട രംഗമാണ് ഇസ്ലാം, എത്ര സൂക്ഷ്മതയാണ് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. എത്ര ചെറുപ്പക്കാരാണ് സഹോദരങ്ങൾ വധുവെടുക്കുന്നിടത്ത് സംസാരമാണ്, പള്ളിയുടെ മുറ്റത്ത് സംസാരമാണ്, പള്ളിക്കകത്ത് സംസാരമാ, സഫിൽ നിന്നുകൊണ്ടും വർത്തമാനമാണ്, വർത്തമാനമാണ്. ഇമാം റുക്കൂയിലെത്തട്ടെ, ഇമാം തഹിയ്യാത്തിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ ഭിന്നിപ്പിക്കുന്നവരെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വൈദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ. തൊട്ടടുത്ത വീട്ടിൽ കല്യാണമാണ്, ആ കല്യാണത്തിന് വേണ്ടി പങ്കെടുത്ത് അവിടെയുള്ള പ്രോഗ്രാമുകൾ മുഴുവനും തീരുന്നത് വരെ സൽക്കാരങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട്, ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിന് വേണ്ടി നിന്നുകൊണ്ട് നിന്റെ സമയത്തെ നീ കളയരുതേ. നിന്റെ സമയം വിലപ്പെട്ടതാണ്. നമസ്കാരത്തെ കളഞ്ഞിട്ട് നീ പോകരുതേ, നമസ്കാരത്തെ കളഞ്ഞിട്ട് പോകരുത് പെങ്ങളെ. ശരീരം മുഴുവനും നീ ആഭരണം ചൂടിക്കൊണ്ട് നിന്റെ കുടുംബക്കാരുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ടല്ലോ, ഓഡിറ്റോറിയങ്ങൾ നടക്കുന്നതാകുന്ന പ്രോഗ്രാമുകൾക്ക് നീ കടന്നു ചെല്ലുന്നുണ്ടല്ലോ. എത്ര നമസ്കാരമാണ് നിനക്ക് പോകുന്നത്? ആ നമസ്കാരം നീ പിന്നീട് വന്നുകൊണ്ട് നമസ്കരിച്ച് വീട്ടുമ്പോ, നമസ്കാരം കഴിഞ്ഞാലുടനെ അള്ളാന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നമസ്കാരം പോകാൻ ശ്രമിക്കും. പക്ഷേ 1ാം ആകാശത്തേക്ക് ഉയരുമ്പോൾ തന്നെ തുറദ്ദുൽ മലായികതു സ്വലാതഹു. നമസ്കരിച്ച സഹോദരനാണ്, നമസ്കരിച്ച വ്യക്തിയാണ്, പക്ഷേ സമയം തെറ്റിപ്പോയി, ഖളായി പോയി, വേണ്ട വിധത്തിൽ നമസ്കരിച്ചിട്ടില്ല. ളുഹറിന്റെ നമസ്കാരം അസ്റിലേക്ക് വെച്ച് നമസ്കരിക്കുന്ന ഉമ്മമാരില്ലയോ? എത്രയോ സഹോദരിമാരാണ് വീട്ടിൽ ജോലിയുണ്ടെന്നാണ് കമന്റ്, അവരുടെ ജോലി തിരക്കുകൾ മുഴുവനും തീർത്തിട്ട് കുളിച്ചതാ മുസല്ല വിരിച്ച് നമസ്കാരം കഴിയുമ്പോ, ളുഹർ നമസ്കരിച്ച് കഴിയുമ്പോ അസറിന്റെ ബാങ്ക് വിളിയാണ്, ബാങ്ക് വിളിയാണ്. ആ അസർ നമസ്കരിച്ചിട്ട് ഇറങ്ങാമെന്ന് നീയത്ത് വെച്ചുകൊണ്ട് നമസ്കരിക്കുന്ന പെണ്ണേ, പെണ്ണേ, നിന്റെ നമസ്കാരത്തെ കുറിച്ച് അള്ളാന്റെ റസൂൽ വ്യക്തമാക്കുകയാണ്. ആ നമസ്കാരം 1ാം ആകാശത്തേക്ക് എത്തുമ്പോൾ തന്നെ ആ നമസ്കാരം ഇരുൾ മുറ്റിയതാണ്, കറുത്തിരുണ്ട നമസ്കാരമാണ്. ആദ്യ വഖത്തിൽ നമസ്കരിച്ച നമസ്കാരം പോലെ പ്രകാശപൂരിതമല്ല. ഇരുൾ മുറ്റിയ നമസ്കാരം 1ാം ആകാശത്തേക്ക് കടന്നു വരുമ്പോ തുറദ്ദുൽ മലായികതു സ്വലാതഹു. അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ഭൂമിയിലേക്ക് തിരിച്ചുവിടുമത്രേ, മലക്കുകൾ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുമത്രേ. ആ നമസ്കാരം വന്നുകൊണ്ട് സമയത്ത് നമസ്കരിക്കാത്ത ഉമ്മ, സമയത്ത് നമസ്കരിക്കാത്ത ചെറുപ്പക്കാരാ, നീ PSC ടെസ്റ്റിങ്ങിന് പോയിട്ടോ, നീ ഏത് ജോലിക്ക് പോയിട്ടോ, നിന്റെ കടകമ്പോളങ്ങൾ മുഴുവനും അവസാനിപ്പിച്ച് പാതിരാത്രി സമയത്ത് ളുഹറും അസ്റും മഗ്രിബും ഇശായും കൂടി ഒരുമിച്ച് വീട്ടിൽ വന്ന് നമസ്കരിക്കുന്നവരില്ലയോ? നിന്റെ നമസ്കാരം അല്ലാഹുവിന് വേണ്ടത്രേ, റബ്ബിന് വേണ്ടത്രേ. ആ നമസ്കാരം നിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് നിനക്കെതിരായി ദ്വായിരക്കുമത്രേ. വയ്യാക്കല്ലാഹു കമാ വയ്യഅതനീ. അല്ലാഹു നിന്നെ പാഴാക്കട്ടടാ, നിനക്ക് അപകടങ്ങൾ നൽകട്ടടാ, നിനക്ക് ദുരിതങ്ങൾ നൽകട്ടടാ, നിനക്ക് വിപത്തുകൾ നൽകട്ടടാ. എൻ നമസ്കാരമാകുന്ന എന്നെ നീ ശ്രദ്ധിക്കാത്തതുപോലെ അല്ലാഹു നിന്റെ കാര്യങ്ങളും ശ്രദ്ധിക്കാതിരിക്കട്ടെ എന്ന് നിനക്കെതിരായി നിന്നുകൊണ്ട് ഭൂമിയിൽ നമസ്കാരം ദുആ ചെയ്യുമ്പോ ഫയഖൂലുൽ മലായിക, ഈ ഭൂമിയിലുള്ള മലക്കുകൾ മുഴുവനും പറയുമത്രേ,
ആമീൻ. പടച്ച റബ്ബേ ഉത്തരം ചെയ്യണേ അല്ലാഹു. അല്ലാഹു ആദരിക്കട്ടെ. അല്ലാഹു ഇങ്ങനെയാണ് നിസ്കരിക്കണ്ടല്ലോ പടച്ചവനെ. ഇതിപ്പോ കൊള്ളാം, നിസ്കരിച്ചാലും പണിയാണ്. നിസ്കാരം സമയത്തായാലും ഒരു കുഴപ്പമില്ല. നമസ്കാരത്തെ അഹംഭാവത്തോടുകൂടി അലസതയോടുകൂടി പിന്തിപ്പിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ധാരാളമുണ്ട്. അപ്പൊ ഈ വിഷയത്തിന്റെ കാതലാകുന്ന വിഷയം നമുക്ക് മനസ്സിലായോ? നമസ്കരിച്ചാൽ മാത്രം പോരാ. നമസ്കാരം എങ്ങനെ ആകണം? ആദ്യ വഖത്തിലാകണം, ആദ്യ സമയത്താകണം. അതിനാണ് ശ്രേഷ്ഠത. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഏറ്റവും വലിയ അമൽ അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു സ്വഹാബി വര്യന്റെ പെങ്ങള് സഹോദരി പെങ്ങളെ ഖബറടക്കം ചെയ്തു, മരിച്ചുപോയി. കൊണ്ടുവന്ന് ഖബറടക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഖബറടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതാകുന്ന ഒരു കീസ്, ഒരു പേഴ്സ് ആ ഖബറിലേക്ക് വീണുപോയി. പെട്ടെന്ന് അത് ശ്രദ്ധിച്ചില്ല. ഖബറടക്കുന്നതിന്റെ തിരക്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അടുത്തുനിന്ന് ആളുകളും അത് കണ്ടില്ല. എല്ലാവരും മണ്ണിട്ടുകൊണ്ടിരിക്കുക. മണ്ണിങ്ങോട്ട് നീക്കിയിടുന്നതിനിടയ്ക്കാണ്. പലരും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ ഖബറാളികൾ മരണപ്പെട്ടു, വാപ്പ മരണപ്പെട്ടു, കുടുംബാദികൾ മരണപ്പെട്ടു പോയി. അപ്പം നമ്മൾ ചിലപ്പോൾ പേഴ്സൊക്കെ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടാവും. ആ ഖബർ മണ്ണിങ്ങോട്ട് നീടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് നിന്നിട്ട് കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ആ മണ്ണിങ്ങോട്ട് നീക്കിയിടും. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ഒരുപാട് സഹോദരങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മാണിക്കോത്ത് നമ്മുടെ ചെറുകോട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ, അവിടുത്തെ ഇമാമിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാഹ് അവിടുത്തെ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാകും. ചെറുപ്പക്കാരാണ് ഖബർ കുഴിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകൾ അല്ലാഹു ഇത് നിലനിർത്തുമാറാവട്ടെ. ആരെങ്കിലും മരിച്ചത് കേട്ട നാട്ടിലെ ചെറുപ്പക്കാർ വന്നിട്ട് ഖബർ കുഴിക്കാണ് ഫ്രീ ആയിട്ട്. എന്നിട്ട് ഖബർ കുഴിച്ച് ഖബർ മറവാടി പരിപൂർണമായിട്ട് അവർ നിൽക്കുക. ഈ മാണിക്കോത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഞാൻ അവിടെ പ്രഭാഷണത്തിൽ പോയപ്പോൾ അന്ന് അവിടുത്തെ ഇമാം അങ്ങനെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 100 ചെറുപ്പക്കാർ ഇവിടെ നാട്ടിലാണ്. ഇവിടെ ഖബറിന്റെ അടുത്തോട്ട് പോലും വരത്തില്ല. ആണോ? അങ്ങനൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വേണം. നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ, ആരാണ് മരണപ്പെട്ടത് നോക്കുന്നില്ല, സഹോദരനോ ഒരു സഹോദരി മരണപ്പെട്ടാൽ ഏത് പാതിരാത്രിക്കാണെങ്കിലും ഖബർ കുഴിക്കുന്നത് വലിയ കൂലിയാണ്. ഇനി അതല്ല, അന്ന് നമുക്ക് വരാൻ പറ്റിയില്ല, ഖബർ അടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വന്ന് നമസ്കാരം നിർവഹിച്ച് മയ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയ അമലതാണല്ലോ നമസ്കാരമാണ്. ഏറ്റവും വലിയ അമൽ കണ്ടോ, അവിടെ നമസ്കാരമാണ്. മയ്യത്ത് നമസ്കാരം എത്ര പവിത്രമാണ്. ആരാത് ചിന്തിക്കുന്നത്? ഇതാരും ചെയ്യുന്നില്ല. എല്ലാരും വന്ന് മയ്യത്തിന്റെ തുണി പൊക്കി നോക്കിയിട്ടങ്ങ് പോവാൻ. മയ്യത്തിനെ വന്ന് പൊടിച്ചു നോക്കുക, എന്താ കാര്യം? മയ്യത്ത് കാണൽ സുന്നത്തേ ഇല്ല. മയ്യത്ത് കാണൽ ഒരു കൂലിയില്ല. പഠിച്ചു വെച്ചോളൂ നിങ്ങൾ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സജ്ജനങ്ങളുടേതല്ലാത്ത സാധാരണ രീതിയിലുള്ള ആളുകളുടെ മയ്യത്ത് കാണുന്നതിന് ഒരു പവിത്രതയും വിശുദ്ധ ഇസ്ലാമിലില്ല. മയ്യത്ത് കാണുക എന്ന് പറയുന്ന സംസ്കാരം തന്നെ തെറ്റാണ്. നമ്മൾ പൊതുദർശനത്തിനൊക്കെ നാട്ടുകാരും എല്ലാവരും വന്ന് കണ്ടോണം, എല്ലാവരും കണ്ടു. എന്നിട്ടും അവിടെ ഇങ്ങനെ വിളിച്ചു ചോദിക്കുക ലാസ്റ്റ്, ഇനി വല്ലവരും ഉണ്ടോ കാണാന്? പെണ്ണുങ്ങളെ വല്ലവരും ഉണ്ടോ കാണാന്? പെണ്ണുങ്ങൾ വല്ലതും കാണാനുണ്ടോ? വലിയ സംഭവമായി നാട്ടുകാരെ മുഴുവൻ കാണിക്കുക. ജീവിതത്തിൽ നമുക്ക് കാണൽ ഹറാമാകുന്ന സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല മരിച്ചതിന് ശേഷം. അങ്ങനെ തന്നെയാ മസ്തില. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ ജീവിതത്തിൽ മുഴുവനും തലമറച്ച് നടന്നത്, ഇനി ഉമ്മ എല്ലാവരും ഒന്നും കാണിക്കാമല്ലോ, മരിച്ചു പോയില്ലേ, ഇനി കാണിക്കാം. പറ്റുമോ? പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ അവരുടെ വിഷയം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ അമലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നമസ്കാരവും അതിനോടനുബന്ധമാകുന്ന സംസ്കരണവുമാണ്. അല്ലാഹു അത് ചെയ്യുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ ഈ ഖബർ കുഴിക്കുന്ന സന്ദർഭത്തിൽ, ഖബർ മണ്ണ് മൂടുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നമ്മളിന്ന് പലതും അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകാം. ഫത്ഹുൽ മീൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നു, അങ്ങനെ ഒരു വിലവിട്ട ഒരു വസ്തു നമ്മൾക്കതിലേക്ക് പോയാൽ ഖബർ നബിശ് ചെയ്യൽ, ഖബർ പൊളിക്കൽ, ഖബർ മാന്തൽ അനിവാര്യമാണ്. അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയാ, എന്റെ വിലവിട്ട ഒരു വസ്തു, വിലപിടിപ്പുള്ള വസ്തു ആയിരിക്കണം. അല്ലാതെ ഒരു അളിഞ്ഞൊരു മോതിരം, ചെമ്പിന്റെ ഒരു മോതിരമായവാൻ അതിലോട്ട് വീടിട്ട് പിന്നെ വന്നിട്ട് വെള്ളം ഉണ്ടാക്കുക, എന്റെ മോതിരം പോയി എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും ഒപ്പിച്ചും കൊടുത്തേച്ചാൽ മതി. ഖബർ പൊളിക്കാൻ നിൽക്കണം. വില കൂടിയതാണ്, നല്ല വില വെക്കുന്ന ഒരു സംഭവമാണ്. അത് ആ ഖബറിനുള്ളിലേക്ക് പോയാൽ ഖബർ നബിശ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഖബർ പൊളിക്കാം. അങ്ങനെയാണ് മസ്അല ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായ പ്രകാരം. അള്ളാഹു അതനുസരിച്ച് എങ്ങനെ സന്ദർഭങ്ങൾ ഉണ്ടായാൽ അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. വിഷയം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്, ഈ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു കീസ് അതിലേക്ക് പോയി. അതിൽ അല്പം പൈസ ഉണ്ടായിരുന്നു, അല്പം നല്ല അല്പം കൂടുതലുണ്ട്. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. ഖബറടക്കി പോയി, എല്ലാവരും ഖബറടക്കി പോയി. രാത്രിയായി. അദ്ദേഹം ആരോ വന്ന് പറഞ്ഞു, നിങ്ങളുടെ കീസാന്ന് തോന്നുന്നു, അതവിടെ ഖബറിലേക്ക് വേണ്ടി ഞാൻ കണ്ടു, പക്ഷെ മൂടി പെട്ടെന്ന് ഇതായിക്കൊണ്ട് പോകുമ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണെന്ന് പറയാൻ തിരക്കിനിടയിൽ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു മയ്യത്ത് ഖബറടക്കി.
സ്വഹാബി വരെ നേരെ ചെന്നു. വേറെ ആളെ ഇനി വിളിക്കണ്ടല്ലോ, സ്വന്തം സഹോദരിയുടെ ഖബറല്ലേ, അദ്ദേഹം അത് മാന്തി. സുബ്ഹാനല്ലാഹ്, ഖബറങ്ങോട് മാന്തുമ്പോ ഫറഅയ്തു ഫീഹാ നാറാ മുലിയത് നാറാ, ആ ഖബർ മുഴുവനും തീ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഖബറാളിയാകുന്ന സഹോദരിയെ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. ഇത് കണ്ടതാകുന്ന സഹാബി ഓടുകയാണ് ഇലാ ബൈതിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. പെട്ടെന്ന് തന്നെ മണ്ണ് തിരിച്ചിട്ടിട്ട് അദ്ദേഹം വീണ്ടും വീട്ടിലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുക, യാ ഉമ്മ മാദാ തഅമലു ഖതി, എന്താണ് എന്റെ സഹോദരി ചെയ്തുകൊണ്ടിരുന്നത്? എന്റെ സഹോദരി എന്താണ് ജീവിതത്തിൽ ചെയ്തതാകുന്ന അമൽ എന്താണ് അവർ പ്രവർത്തിച്ചിരുന്നത്? ഒരു സഹോദരൻ അവന്റെ സഹോദരിയെ കുറിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാര് അമൽ ചെയ്യുന്നത് സഹോദരങ്ങൾക്കറിയാമോ? അറിയാത്ത വസ്തുതയല്ലേ, അറിയാത്ത കാര്യമല്ലയോ? ആ സഹാബിയാകുന്ന വ്യക്തി തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ ഖബറിനകത്ത് എന്റെ വിലപ്പെട്ടതാകുന്ന പേഴ്സ് പോയപ്പോ അത് ഞാൻ എടുക്കാൻ വേണ്ടി ഖബർ ഞാനൊന്ന് മാന്തിപ്പോയി ഉമ്മ. അതിനുള്ളിൽ തീ കൊണ്ട് നരകം, തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. ഖബർ മുഴുവനും തീ കൊണ്ട് ഇടപ്പെടുകയാണ്, ചുട്ടുപൊള്ളുകയാണ് ഖബർ. വല്ലാത്ത തലമുറയിട്ടുകൊണ്ട് കരയുകയാണ് പെങ്ങളെന്ന് ആ സ്വഹാബി വര്യൻ ഉമ്മയോട് പറയുമ്പോ ഉമ്മയും വല്ലാതെ പൊട്ടിക്കരഞ്ഞുവത്രേ. ഫബകത് ബുകാൻ ശദീദാ, ആ ഉമ്മയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, നിന്റെ പെങ്ങള് നല്ലവളാണ്. ഒരൊറ്റ വഖത്ത് നമസ്കാരം അവൾ ഒഴിവാക്കിയിട്ടില്ല. ജീവിതത്തിൽ ഒരു വഖത്ത് നമസ്കാരം പോലും അവൾ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ യുഅഖിറുഹാ അൻ വഖതിഹാ, നമസ്കാരം അതിന്റെ സമയത്തെ വിട്ട് പിന്തിപ്പിക്കുമായിരുന്നു. ളുഹർ നമസ്കാരം അസറിൽ നമസ്കരിക്കുന്നതാകുന്ന ഉമ്മ, നിന്റെ ജോലി തിരക്കുകൾ മുഴുവനും എന്ത് തന്നെ ആയാലും റസൂലുള്ളാഹിന്റെ ഭാര്യമാർക്ക്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾക്കും ഇതേ ജോലി തിരക്കുണ്ടായിരുന്നു. പക്ഷേ അവർ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബാങ്കുലി കർണപുടത്തിലേക്ക് വരുമ്പോ ആ ജോലി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് പടച്ചറപ്പാകുന്ന ഈ ലോകത്തിന്റെ സംരക്ഷകനാകുന്ന സർവാധിപതിയാകുന്ന അള്ളാന്റെ മുന്നിൽ നിന്നുകൊണ്ട് തക്ബീർ ചൊല്ലി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അള്ളാഹുവിലേക്ക് തിരിയുമായിരുന്നു, നമസ്കരിക്കുമായിരുന്നു. പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് മാത്രമല്ല അടുക്കളയിൽ ജോലി. സഹാബത്തിന്റെ ഭാര്യമാർക്കുണ്ടായിരുന്നു, താബികളുടെ ഭാര്യമാർക്കുണ്ടായിരുന്നു, സജ്ജനങ്ങളാകുന്ന ഉമ്മമാർക്കുണ്ടായിരുന്നു. അവരെല്ലാവരും ആ ജോലി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ചിട്ട് നമസ്കാരം ജീവിതത്തിൽ ക്രിയാത്മകമായി കൊണ്ടുവന്നെങ്കിൽ, അല്ലയോ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഖബർ തീയാകാതിരിക്കാൻ ശ്രമിക്കണേ. നമസ്കാരം ആദ്യ വഖത്തിൽ നിർവഹിക്കണേ. ആ ഉമ്മ പറയുകയാണ്, പൊന്നുമോനെ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഒരു കുഴപ്പമേ ഉള്ളൂ, എല്ലാ നമസ്കാരവും നിർവഹിക്കും. പക്ഷേ യുഅഖിറുഹാ അൻ അവ്വലി വഖതിഹാ, അതിന്റെ ആദ്യ വഖത്തിനെ തൊട്ടവൾ പിന്തിപ്പിക്കുമായിരുന്നു. അതിന്റെ ദൂഷ്യം അവൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവൾക്ക് അത് വന്നു ഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയും മകനും പൊട്ടിക്കരഞ്ഞു വേണ്ടി ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്തെങ്കിൽ, ഇത് ഖബറിലെ അവസ്ഥ അറിഞ്ഞതുകൊണ്ടല്ലയോ അവർക്ക് ദുആ ചെയ്യാൻ സാധിച്ചത്? നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉപ്പയും ഉമ്മയും ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയല്ലയോ? പുറത്ത് നല്ല പച്ചപ്പരവതാരം വിരിച്ച ഈ ഖബറിനകത്ത് എന്താണ് അവരുടെ അവസ്ഥയെന്ന് നമുക്കറിയാമോ? ചിന്തിക്കണേ സഹോദരാ, ചിന്തിക്കണേ ഉമ്മ. നാളെ നമ്മളും ഈ പരയങ്ങാനം പള്ളിയുടെ ഖബർസ്ഥാനിൽ വന്നുകൊണ്ട് കിടക്കേണ്ടവരല്ലയോ? വടവൃക്ഷങ്ങളുടെ തലചുവട്ടിൽ വന്നുകൊണ്ട് തലചായ്ച്ച് ഉറങ്ങേണ്ടവരല്ലയോ? അന്ന് നമ്മുടെ ഖബറിൽ തീ കൊണ്ട് ആറാടാതിരിക്കാൻ, അന്ന് നമുക്ക് സുരക്ഷിതമായ താവളമാക്കാൻ ഈ ഖബർ നമുക്ക് കഴിയണേ. അതിനുവേണ്ടി നമസ്കാരം സമയത്ത് നിർവഹിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മൻ ഹാഫള അലൈഹാ
كانت له نور وبرهان ونجاة يوم القيامة ومن لم يحافظ عليها لم تكن له نجاة ولا برهان ولا نجاة يوم القيامة. ഈ ദുനിയാവിൽ നമസ്കാരം ആരൊരുവൻ സമയത്ത് നിർവഹിച്ചിട്ടുണ്ടോ, 5 വഖത്ത് നമസ്കാരം കൃത്യമായി ജീവിതത്തിൽ ആരൊരുവൻ കൊണ്ടുവന്നിട്ടുണ്ടോ, അവന് നാളെ അള്ളാന്റെ തിരുസവിധത്തിൽ എത്തുമ്പോ, പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ ആ നമസ്കാരം കൊണ്ടവന് വിജയിച്ചവനാകാൻ സാധിക്കും. ആ നമസ്കാരം അവന് ലക്ഷ്യപ്രാപ്തിയിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കും അത്രേ. നരകീയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് അവനെ കടത്തിവിടും അത്രേ. നമസ്കാരത്തെ അലസതയോടുകൂടി കണ്ടതാകുന്ന സഹോദരങ്ങളെ, റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തുകൊണ്ടും സിനിമ ടാക്കീസിലേക്ക് പോയിക്കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പള്ളിയിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നിന്റെ സമയങ്ങൾ നീ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ലം തകുൻ ലഹു നജാത്ത്, അവന് രക്ഷയില്ല. വലാ ബുർഹാൻ, അവന് നാളെ ആഖിറത്തിൽ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അവന് അള്ളാന്റെ കോടതിയിൽ ഒരു വിധേനയുമുള്ള സൗഭാഗ്യവുമില്ല, ഒരു രക്ഷവനും ഉണ്ടാവൂല. റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് കൊടുക്കുന്ന ലാസ്റ്റ് ദിവസം നമ്മുടെ സ്ഥാപന ലാസ്റ്റ് ദിവസം അല്ലാഹു കബൂലാക്കട്ടെ. നമ്മുടെ സദഖ അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലായിടത്തും സഹോദരിമാരുടെ ഭാഗത്തും അല്ലാഹു സദഖയെ കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാവരെയും അല്ലാഹു സാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സിലൂടെ നമ്മൾ കൊടുക്കുന്ന സദഖയിലൂടെ ജീവിതത്തിൽ നമുക്ക് ഓർമ്മ നിലനിൽക്കുന്ന കാലമത്രയും നമസ്കാരം നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിച്ചോളി. റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി. സമയം വൈകിയ നിങ്ങൾ വായിച്ചാൽ നോക്കുന്നു, നേരത്തെ സമയമായി. അതാണ് നിങ്ങൾ പോകാൻ ധൃതി അല്ലേ? ധൃതിയില്ല. എത്ര മണി വരെ പോവാം? അല്ലാഹു ഖൈറിലാക്കുമാറാവട്ടെ. എത്ര നേരമായി? ഉസ്താദ് പറയുന്നത് നിർത്താറായെന്നാണ്. ഉസ്താദ് എല്ലാ ദിവസവും പോയതല്ല. അൽഹംദുലില്ലാ, ഞാൻ ഉസ്താദ് ഇവിടെ വന്നിരിക്കുന്നില്ല. അത് തന്നെ അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ നാട്ടുകാരനാണ്. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഈ നാട്ടിൽ വന്ന് അൽഹംദുലില്ലാ ഈ നാട്ടുകാർക്ക് മുഴുവനും ആത്മീയമാകുന്ന ഊർജ്ജം നൽകാൻ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അതിന് നല്ല ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ മഹല്ല് അഭിവൃദ്ധിയിലേക്ക് എത്തിക്കുന്ന നമ്മുടെ മഹല്ലിൻ്റെ പരിപാലക സമിതി അംഗങ്ങൾ അല്ലാഹുവർക്കൊക്കെ ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഐക്യം അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഒന്നുകൂടെ എല്ലാവരും ഒന്ന് മുമ്പോട്ടൊന്നും ഇരുന്നേ. കുറച്ചാളുകൾ കുറച്ചു നേരം കൂടെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേഗം ഞാൻ നിർത്തുക. ബാക്കിലിരിക്കുന്നവരൊന്ന് മുമ്പോട്ടൊന്നും ഇരുന്നു. ഞാൻ വേഗം നിർത്തും. ഏറ്റവും ബാക്കിലിരിക്കുന്ന ചെറുപ്പക്കാരെ ഏറ്റവും ബാക്കിൽ നിർത്തോളം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ലാസ്റ്റ് ദിവസമല്ലേ ഇൽമിന്റെ, ഒരു 15 മിനിറ്റ് കൂടി പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് വേഗം ഇൻഷാ അല്ലാഹ്. റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ദുആയിരുന്നു പിരി ഇൻഷാ അല്ലാഹ്. ദുആയിരുന്നു പിരി. ലാസ്റ്റ് ഒരു കാര്യം പഠിപ്പിക്കുക ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും. ഇപ്പം എല്ലാവർക്കും ഓർമ്മയില്ലെന്നൊക്കെയാണ് പറയുന്നത്. അത് ഓർമ്മയില്ല. പരീക്ഷ അവിടെ PSC ടെസ്റ്റിങ് വന്നിട്ട് നമുക്ക് ഒന്ന് പോയിട്ട് അവിടെ പോയിരുന്നു, പഠിച്ചിട്ട് പോയിട്ട് പോലും സമയത്ത് പോയിരുന്നിട്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലോട്ട് വരുന്നില്ല. ഓർമ്മയില്ല, ബുദ്ധിശക്തിയില്ല, ചിന്താശക്തിയില്ല. ഇങ്ങനെ പലർക്കും പരാതിയാണ് മക്കളെ കുറിച്ച്. അതുപോലെ തന്നെ വാപ്പ ഉമ്മ പലരും രോഗികളാണ്. ആർക്കും ഓർമ്മയില്ല. ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു മരുന്ന് നമ്മൾ ലാസ്റ്റ് പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ വിട്ടുപോയി നിങ്ങൾ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ലാസ്റ്റ് നമുക്ക് ദുആയിരുന്നു പിരിയണം. കൂട്ടുപ്രാർത്ഥനയുണ്ടെന്ന് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു ഈ സദസ്സ് കൊണ്ട് നീക്കി തരുമാറാവട്ടെ. ശ്രദ്ധിച്ചോളൂ.
റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്. മഹാനവറുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ ചെരുപ്പ് സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സാഹിബുൻ നഅലൈൻ എന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എവിടെയെങ്കിലും ചെരുപ്പിങ്ങനോട് ഊരിയിട്ട ഉടനെ മൂപ്പരെ ഒന്ന് ക്യാച്ച് ചെയ്തോളൂ, പിടിച്ചോളൂ. എന്നിട്ട് മൂപ്പരുടെ തോളത്ത് ഇങ്ങനെ വെക്കുന്ന റസൂലുള്ളാഹിനെ ചെരുപ്പെടുത്ത്. അതാണ് ഇന്നിപ്പം ഉസ്താദുമാരുടെയൊക്കെ മുദരിസ് ഉസ്താദുമാരുടെയോ ഉസ്താദുമാരുടെയൊക്കെ ചെരുപ്പ് ചിലപ്പോൾ മുത്താരിങ്ങൾ എടുക്കുന്ന കണ്ട ചില ആളുകൾക്ക് ഭയങ്കര വിഷമം. ചെരുപ്പെടുകൊണ്ട് ഉസ്താദ് ചെരുപ്പെടുപ്പിക്കുന്നു. ഉസ്താദ് ചെരുപ്പെടുക്കാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അത് മക്കളത് ഹിദ്മത്തെടുക്കുകയാണ്, അവർ കൂലി കരഗതമാക്കാൻ വേണ്ടി. അത് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് അതിന്റെ ബലവത്തുണ്ടാവും, ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെരുപ്പെടുത്തുകൊണ്ട് നടന്നതാണ്. സാഹിബുൻ നഅലൈൻ എന്നാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. മഹാനവറുകളുടെ ശിഷ്യനാണ് ആര്? റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി. റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ദിവസം രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പൊട്ടിക്കരയുക. ഒരു 4 മണി സമയപ്പോൾ ഭയങ്കര കരച്ചിൽ. എന്താണ് അദ്ദേഹത്തെ കരയുന്നത്? ഭാര്യ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, എന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിരിക്കുകയാണ്. അരയ്ക്ക് താഴോട്ട് തളർന്നു പോയിരിക്കുക. അരയ്ക്ക് താഴോട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ പെട്ടെന്ന് തളർച്ച കൊണ്ട് പിടിപെട്ടു. അപ്പൊ അദ്ദേഹം വല്ലാതെ കരയുക. എന്തിനാ നിങ്ങൾ കരയുന്നത്? അതുകൊണ്ടാണോ കരയുന്നത്? അല്ല, എനിക്ക് സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ പോകണം. പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. രാത്രിയിലെ ഷോക്ക് വന്ന് പെട്ടെന്ന് അരയ്ക്കും കൂടെ താഴത്ത് കടന്നു. നേരം വെളുത്ത് രാവിലെ 4 മണിക്ക് കരയാണ് അദ്ദേഹം. ഭാര്യ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, അരയ്ക്ക് തപ്പൊട്ട് തളർന്നു പോയി. അതിനാണോ നിങ്ങൾ കരയുന്നത്? അല്ല, എനിക്ക് പള്ളിയിൽ പോകണം സുബഹി നമസ്കരിക്കാൻ. ഒന്ന് ചിന്തിച്ചു നോക്കാം മനസ്സിന്റെ ആഴം എത്രത്തോളം. പൊട്ടിക്കരയാണ്. മക്കളില്ല അവർക്ക്. അവർ തൊട്ടടുത്തുള്ളതാകുന്ന സഹോദരങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് അല്ലാതെ നിർബന്ധം പിടിക്കുന്നുണ്ട്, പള്ളിയിൽ പോകണമെന്നാണ് പറയുന്നത്. അവർ വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴോട്ട് തളർന്നു കിടക്കുക. അവർ പറയുന്നു, ഇദ്ദേഹത്തെ നിങ്ങൾ ഈ അവസ്ഥയിൽ പള്ളി വരണോ? നിങ്ങൾക്ക് അല്ലാഹു ഇളവ് നൽകിയിട്ടുള്ളതല്ലേ, നിങ്ങൾ എന്തിനാ പള്ളി വരണം? കാരണം എന്താ? ശാരീരിക അസുഖമുള്ളവന്റെ ബുദ്ധിമുട്ടുള്ളതല്ലേ. നിങ്ങൾ വീട്ടിൽ നമസ്കരിച്ചാൽ പോരെ, നിങ്ങൾക്ക് ജമാഅത്ത് വരണ്ടല്ലോ. ജമാഅത്ത് വേണ്ട, വീട്ടിൽ തന്നെ ആദ്യ വഖത്ത് നമസ്കരിക്കൽ. നിങ്ങൾ നമസ്കാരം നിലനിർത്തിയ വ്യക്തിയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പടച്ചിറപ്പ് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നപ്പോ ആ അസുഖത്തെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പള്ളിയിലേക്ക് വരികയാണോ? എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് കാണിച്ചു, വർത്താനൊന്നും വേണ്ട, എന്നെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. 2 പേരുടെ തോളത്തേക്ക് അദ്ദേഹത്തിന്റെ കയ്യങ്ങോടിട്ടു. അദ്ദേഹം പള്ളിയിലേക്ക് വലിച്ചഴച്ചുകൊണ്ട് നടന്നാണ് അദ്ദേഹം പോകാറ്. അന്ന് അദ്ദേഹത്തിന് തീരെ സുഖമില്ല. കാല് നിലത്തൂടി വലിച്ചഴച്ചുകൊണ്ട് അദ്ദേഹം പള്ളിയിലേക്ക് വരികയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക്, അള്ളാന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക്. അക്കാലഘട്ടത്തിൽ ഇമാം അവറുകളടക്കം നമസ്കാരം കഴിഞ്ഞാലുടനെ ബഹുമാനപ്പെട്ടതാകുന്ന റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ്, യാ അബാ മുഹമ്മദ്, ഖദ് റഖസല്ലാഹു ലക അൻ തുസല്ലി ഫീ ബൈതിക വഅൻത മഅ്ദൂർ. അല്ലയോ അബാ മുഹമ്മദേ, അല്ലയോ റബീ ഇബ്നു ഹൈസമേ, നിങ്ങൾക്ക് ശരീരത്തിന് സുഖമില്ലല്ലോ, നിങ്ങളുടെ ശരീരം അരയ്ക്ക് താഴോട്ട് തളർവാതെ പിടിച്ചു പോയില്ലയോ? വല്ലാതെ ബുദ്ധിമുട്ടിയ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ 2 കൂട്ടുകാരുടെ തോളിലേക്ക് കൈയിട്ടിട്ട് കാല് നിലത്തൂടി വലിച്ചടച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം പള്ളിക്കുള്ളിലേക്ക് കടന്നു വന്നിട്ട് ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിക്കാൻ, അതും ജമാഅത്തായി നിർവഹിക്കാൻ നിങ്ങൾ താല്പര്യം കാണിച്ചത് എന്താണ്? ഒന്നാമത്തെ വഖത്തിൽ നമസ്കരിക്കുക, അതാണ് ആദ്യത്തെ പോയിന്റ്. അത് തന്നെ രണ്ടാമത്തെ പോയിന്റ്, ആദ്യ ജമാഅത്തിലാകുക. ആദ്യ ജമാഅത്ത്, 2ാം ജമാഅത്തുണ്ട്, 3ാം ജമാഅത്തുണ്ട്, അതല്ല, ആദ്യ ജമാഅത്താകുക. അതിന് വലിയ ശ്രേഷ്ഠതയാ. പുരുഷന്മാരുടെ കാര്യം, സ്ത്രീകളുടെ കാര്യം നമ്മൾ പറഞ്ഞു നേരത്തെ. ആ സ്വഹാബിയുടെ വനിതയെ കുറിച്ച്, സഹോദരിയെ കുറിച്ച് ചരിത്രവും പറഞ്ഞു. വഖത്ത് പിന്തിക്കാൻ പാടില്ല. ബാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ നമസ്കരിക്കുക. ആ ഒരു ജീവിത ശൈലിയാകണം. എത്ര ജോലി തിരക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹു വിളിച്ചു, അതിന് ഉത്തരം കൊടുക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇമാം അടക്കം ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ്, ഖദ് റഖസല്ലാഹു ലക അൻ തുസല്ലി ഫീ ബൈതിക വഅൻത മഅ്ദൂർ. അല്ലയോ
അല്ലയോ അബൂ മുഹമ്മദേ, അല്ലയോ റബീബിന് ഹൈസമേ, നിങ്ങൾക്ക് ശരീരത്തിന് സുഖമില്ലല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ പള്ളിയിലേക്ക് ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ടിക്കൊണ്ട് കാല് നിലത്തൂടി വലിച്ചഴച്ചുകൊണ്ട് തളർവാദ പിടിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുന്നതെന്ന് ചോദിച്ചപ്പോ റബീബിന് ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശിഷ്യനാകുന്ന ഇബ്നു മസ്ഊദിന്റെ അരുമ ശിഷ്യനാണ് റബീബിന് ഹൈസം. താബികളിൽ പ്രമുഖനായ വ്യക്തിയാണ്, വലിയ ആലിമാണ്, തികഞ്ഞ പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയാണ്, ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാണ്. അൻതും തഖൂലൂന കമാ തഖൂലൂൻ, നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് വേണമെങ്കിലും, എന്ത് ആശയവും എന്നെ കുറിച്ച് വേണമെങ്കിലും പറയാം. ജമാഅത്തിന് വരണ്ട എന്നുള്ളത് പ്രവാചകൻ നൽകിയ ഇളവാണ്. പക്ഷേ വീട്ടിൽ എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുമ്പോ അതിന് ഉത്തരം നൽകാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ രണ്ട് കൂട്ടുകാരാകുന്ന അയൽവാസികളാകുന്ന സഹോദരങ്ങളുടെ തോളിലേക്ക് എന്റെ രണ്ട് കൈകൾ ഇട്ടിട്ട് അവരുടെ തോളിൽ പിടിച്ചുകൊണ്ട് കാലിൽ എഴുന്നഴിഞ്ഞാണ് ഞാൻ ഈ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നത്. എന്തുകൊണ്ടെന്നറിയുമോ? എനിക്കൊരു ഹദീസാണ് പ്രചോദനദായകം. എനിക്കൊരു ഹദീസാണ് പ്രചോദനദായകം. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കണ്ണു കാണാത്ത അന്ധനാകുന്ന ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ നബി തങ്ങളെ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ് അഫ ഉസല്ലി ഫീ ബൈതി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബിഎക്ക് പഠിക്കുന്ന സഹോദര, എംകോമിന് പഠിക്കുന്ന സഹോദര, എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതാകുന്ന സഹോദര, ബിടെക്കിന് പഠിക്കുന്ന സഹോദര, MBBS ബിരുദധാരികളാകുന്ന സഹോദരങ്ങളെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ജമാഅത്തിന്റെ പവിത്രതയാണ്, ജമാഅത്തിന്റെ ശ്രേഷ്ഠതയാണ്. കണ്ണ് കാണാത്ത മനുഷ്യൻ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു സഹാബി വര്യൻ റസൂലുള്ളാഹിന്റെ അടുക്കലെത്തിയിട്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, നബിയേ, ലൈസ ലീ ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്. പള്ളിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കാരും തുണയില്ല നബിയേ. എനിക്ക് മക്കളില്ല, എനിക്കാരോരും തുണയില്ല. എന്റെ ഭാര്യയാണ്. ആ ഭാര്യക്കൊപ്പം പള്ളിയിൽ വരാൻ അവിടുന്ന് അനുവദിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരില്ല, അയൽവാസികളില്ല, എന്റെ തൊട്ടടുത്ത് തന്നെ ആരും തന്നെ ജീവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരാൻ, എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരാള് പോലുമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ നമസ്കരിക്കട്ടെയോ നബിയേ. എത്ര നല്ല ചോദ്യം, എത്ര നല്ല ചോദ്യം. 5 വഖത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹാബിയാണ്. കണ്ണിന് കാഴ്ചയില്ലാതെ വന്നപ്പോ അദ്ദേഹം വന്നിട്ട്, നബിയേ, ഇപ്പൊ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഈ നാട് പോലെ അല്ലല്ലോ, വഴികൾ കൃത്യമായിട്ടൊന്നുമില്ല, മലഞ്ചെരിവും പ്രയാസമാണ് അങ്ങോട്ട് വരാൻ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇഴജന്തുക്കളുണ്ട്, അങ്ങനെയുണ്ട് ഹദീസിൽ. ആ വഴിയിൽ മുഴുവനും ഇഴജന്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അപകടത്തിൽ പെടുവോ നബി, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നമസ്കരിച്ചോട്ടെ. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു അത്രേ, നഅം യാ സഹാബി, നിനക്കിതാ അനുവാദം നൽകിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്ന് നിനക്കിതാ അനുവാദം നൽകിയിരിക്കുകയാണ്. എന്ന അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ശരി, നീ വീട്ടിൽ തന്നെ നമസ്കരിച്ചോളൂ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നല്ലാതെ റസൂലുള്ളാഹി സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഫലമ്മാ വല്ലാ ദാഹു, രണ്ടടി അങ്ങോട്ട് തിരിച്ചു നടന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കണ്ണ് കാണാത്ത ചെറുപ്പക്കാരൻ, എന്റെ കണ്ണിന് കാഴ്ചയില്ല നബിയേ, ആ കാഴ്ചയില്ലാത്തത് മാത്രമല്ല നബിയേ, എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ, പള്ളിയിൽ നിന്ന് വളരെ വിദൂരത്തുള്ളതാകെ താമസിക്കുന്ന എന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരാൾ പോലും തുണയില്ലാത്ത നിലയ്ക്ക് ഞാൻ വീട്ടിൽ തന്നെ നമസ്കരിച്ചു കൊള്ളാം, ആദ്യ വഖത്തിൽ തന്നെ നമസ്കരിച്ചു കൊള്ളാം. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അനുവാദം എനിക്ക് നൽകണമെന്ന് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരൻ അനുവാദം കൊടുക്കുകയാണ്, ചെറുപ്പക്കാരൻ അനുവാദം നൽകുകയാണ്. ഫലമ്മാ വല്ലാ
ഫലമ്മാ വല്ലാ ഹദീസിൽ കാണാം ആ ചെറുപ്പക്കാരൻ തിരിച്ചങ്ങോട്ട് നടന്നപ്പോ ദഅാഹു അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചവത്രേ ഹൽ തസ്മഉ നിദാ ഹൽ തസ്മഉ ഹയ്യ അലൽ സ്വലാ വഹയ്യ അലൽ ഫലാ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമാകുന്ന ബാങ്കൊലി നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള ബാങ്കൊലി നിന്റെ കർണപുടത്തിലേക്ക് അലിയൊലി കൊള്ളുന്നുണ്ടോ, നീ കേൾക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് റസൂലുള്ള ചോദിച്ചപ്പോ കണ്ണ് കാണാത്ത കുരുടനാകുന്ന വ്യക്തി റസൂലുള്ളയോട് പറയുകയാണ്, നാം യാ റസൂലല്ലാഹ് കേൾക്കുന്നുണ്ട് നബിയേ, ഞാൻ നല്ലതുപോലെ കേൾക്കുന്നുണ്ട് നബിയേ, എന്റെ കണ്ണിനെ കാഴ്ചക്കുറവുള്ളൂ, എന്റെ കേൾവിക്ക് കേൾവിശക്തി കുറവില്ല, എനിക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയും നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരനോട് പറഞ്ഞു അത്രേ ഫഅജിബ് ലിസ്സലാ ഫഅജിബ് ലിസ്സലാ. കണ്ണ് കാണാത്തതാകുന്ന വ്യക്തിയാണെങ്കിൽ കൂടി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾ പോലും നിന്നെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനില്ല, നിന്റെ കണ്ണിന് കാഴ്ചയില്ല, നീ വരുന്ന വഴിയിൽ മുഴുവനും ഇഴജന്തുക്കളാണെങ്കിൽ പോലും അള്ളാന്റെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കേൾക്കാനുള്ള കാത് പടച്ചറപ്പ് നിനക്ക് നൽകിയിട്ടുള്ള സ്ഥിതിക്ക് ആ അള്ളാന്റെ വിളിക്ക് നീ ഉത്തരം കൊടുക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം കൊടുക്കണം. ഫഅജിബ് ലിസ്സലാ, നമസ്കരിക്കാൻ വരണം മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചിന്തിച്ചു നോക്കൂ, നമസ്കാരത്തിൻ്റെതാകുന്ന വലിപ്പം, നമസ്കാരത്തിൻ്റെതാകുന്ന ശ്രേഷ്ഠത. മുനാഫിക്കുകളുടെ നമസ്കാരത്തെ പറ്റി അള്ളാന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലസത കാണിക്കുന്നവരാണവർ, അലസത വെക്കുന്നവരാണ്. നമസ്കാരത്തിൽ അലസത വെക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നവർ മുനാഫിക്കുകളാ, കപടവിശ്വാസികളാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ നമസ്കാരം അള്ളാഹു ഖുർആനിൽ പറയുന്നു, അതോടൊപ്പം തന്നെ മുനാഫിക്കുകളുടെ നമസ്കാരം അള്ളാഹു ഖുർആനിൽ പറയുന്നു. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ. എങ്ങനത്തെ മുഅ്മിനീങ്ങളാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഖുശൂ വെക്കുന്നവരാണ്, ഭയഭക്തിയുള്ളവരത്രേ. നമസ്കാരത്തിൽ എന്ത് വേണം? ഖുശൂ വേണം. മൂന്നാമത് നമസ്കാരം സമയത്താകുക, രണ്ടാമത്തത് ആദ്യ ജമാഅത്താകുക, മൂന്നാമത്തത് ഖുശൂ ഉണ്ടാകുക, ഭയഭക്തി ഉണ്ടാവുക. ആർക്കാ ഇവിടെ ഭയഭക്തി? ഒരു കൊതുക് അടിച്ചാൽ കൂടി നമ്മൾ അറിയും. ഒരു കൊതുക് അടിച്ചാൽ മതി അല്ലേ? നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകൂലേ? മഹാനായ സുലൈമാൻ തബീരി റഹിമഹുല്ലാഹ് പറയുകയാണ്, മഹാനവറുകൾ പറയുകയാണ്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ താബികളിൽ പ്രമുഖരാകുന്ന സുലൈമാൻ തബീരി റഹിമഹുല്ലാഹ് വകാന ഇദാ അറാദ ലിസ്സലാ വകാന ഇദാ ഖാമ ഇലസ്സലാ, നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കൂട്ടുകുടുംബക്കാരോട് പറയും അത്രേ, തഹദ്ദസു, വർത്തമാനം പറയണേ. وكان أهله يتحدثون إذا دخل في الصلاة. മഹാനായ സുലൈമാൻ തബീരി റഹിമഹുല്ലാഹ് നമസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ കുടുംബക്കാരെ പരസ്പരം അവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നുവത്രേ. കുടുംബക്കാരെപ്പോഴാ സംസാരിക്കുക? വീട്ടുകാർക്ക് സംസാരിക്കാനുള്ള ടൈം ടേബിൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ നിസ്കരിക്കാൻ കയറുമ്പോൾ. അപ്പൊ മൂപ്പര് വീട്ടിലാണ് നിസ്കരിക്കുന്നത്, അല്ല സുന്നത്ത് നമസ്കരിക്കുന്നത്. സുന്നത്ത് നമസ്കാരം എവിടെ ആക്കാണ്? വീട്ടിൽ. അത് വേണം പുരുഷന്മാർ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി
സുന്നത്ത് നമസ്കാരം. അപ്പൊ സുബൈയുടെ സുന്നത്തോ അതെ, സുബൈയുടെ സുന്നത്താകട്ടെ, ദുഹറിന് മുമ്പ് ശേഷമുള്ള സുന്നത്താകട്ടെ ഒക്കെ നമ്മൾ വീട്ടിൽ നമസ്കരിക്കുക. പക്ഷേ ചില ആളുകൾ പള്ളിയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകും, പിന്നെ അള്ളാഹു വീട്ടിൽ ചെന്നാൽ വേറെ തിരക്കായി പോകും. എന്നാൽ എന്ത് ചെയ്താണ് ഈ പള്ളിയിൽ തന്നെ കൂടെ നിസ്കരിച്ചോളി, അതിന്റെ പവിത്രതയുണ്ട്. അള്ളാഹു തൗഫീഖ്. സുലൈമാൻ തമീരി റഹിമഹുല്ലാഹ് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വീട്ടുകാരോട് പറയും തഹദ്ദസു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞോണം കേട്ടോ, ഈ സമയത്ത് പറയണം എന്ന് പറയും. വർത്താനം പറയാൻ വേണ്ടി ഓർഡർ കൊടുക്കുക. നമ്മളാണെങ്കിലും നേരെ തിരിച്ച വർത്താനം പറയല്ലേ. നമ്മൾ നിസ്കരിക്കാൻ പോവാണ്, പോസ്റ്ററൊക്കെ ഒട്ടിച്ച്, വാൾ പോസ്റ്റൊക്കെ എല്ലാം ഒട്ടിച്ച് ഫ്ലക്സ് ഒക്കെ അടിച്ചിട്ടാണ് മൂപ്പര് നിസ്കരിക്കാൻ പോകുന്നത്. നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. എല്ലാവരും വീട്ടുകാരോടൊക്കെ പറയും മിണ്ടരുത്, അവിടെ ശബ്ദം ഉണ്ടാക്കരുത്, ടിവിയുടെ വോളിയം കുറച്ച് വെക്കും, അതൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് വെക്കും. ഇത് കഴിഞ്ഞ് നിസ്കാരം കഴിയുമ്പോൾ ടിവിയുടെ വോളിയം കൂട്ടി വെക്കണം കേട്ടോ. ശരി, റാഹത്തായി, ശരിയല്ലേ? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇല്ല. കാരണം എന്താ? നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. അത്രത്തേ ഉള്ളൂ, നമ്മൾ അത്രത്തോളം പവർ നമുക്കുള്ളൂ. സുലൈമാൻ തമീരി റഹിമഹുല്ലാഹ് പറയുകയാണ് തഹദ്ദസൂ, നിങ്ങൾ വർത്തമാനം പറയണേ. അറിയുമോ നിങ്ങൾക്ക് മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരുമ ശിഷ്യനാകുന്ന റബീബ് ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട റബീഉൽ ഹൈത്തി റഹിമഹുല്ലാഹ് മഹാനവറുകൾ ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നുകൊണ്ട് കൊച്ചുകുട്ടിയാകുന്ന തൊട്ടിലിൽ കിടക്കുന്ന പൊന്നുമോളെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, മകളെ നോക്കണേ, ഞാൻ ഇപ്പോൾ അടുത്ത വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം. അടുത്ത വീട്ടിൽ പോയി വർത്താനം പറഞ്ഞിട്ട് വേഗം വരാം, ഈ കൊച്ചുകുട്ടിയെ നോക്കണേ. കൊച്ചുകുട്ടിയെ അലിയുൽ ഹീത്തി റഹിമഹുല്ലാഹ്. അലിയുൽ ഹീത്തി റഹിമഹുല്ലാഹ് ആരുടെ ശിഷ്യനാ? മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ അരുമ ശിഷ്യനാണ്. വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്. അദ്ദേഹം എപ്പോഴും ഇബാദത്ത് തന്നെയാണ്, എപ്പോഴും ഇബാദത്താ. അദ്ദേഹം പറഞ്ഞു ശരി, ആ തൊട്ടിലേക്ക് ഇട്ടേക്കാൻ പറഞ്ഞു. തൊട്ടിലിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. തൊട്ടിലിട്ടു. അദ്ദേഹം ഓതി മന്ത്രിച്ചു, കുട്ടിയും കൂടെ റാഹത്തായ നിലയിൽ ഉറങ്ങി. ഇദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി കയ്യങ്ങോട്ട് കെട്ടി. വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം കൈകെട്ടി അങ്ങോട്ട് കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഈ മട്ടുപ്പാവിലൂടെ ഒരു പെരുമ്പാമ്പ് ഇറങ്ങി വന്നു. ആ കുട്ടിയെ അങ്ങോട്ട് വല്ലാതെ വരിഞ്ഞു മുറുക്കി. കുട്ടിയെ തിന്നാനുള്ള വെപ്രാളത്തിൽ കുട്ടി കിടന്ന് ഭയങ്കര കരച്ചിൽ. എന്ത് പറ്റി? കുട്ടി കരയുന്നതന്നെ, അതൊന്നുമില്ല. കുഞ്ഞ് കരച്ചിലെന്ന് പറയുമ്പോൾ അവന് കരയാൻ തോന്നിക്കാണ്, അതാ സംഭവം. നമ്മൾ കരയുന്ന കാര്യമല്ല. ഇവിടെ ഇവിടെ ഈ കുട്ടി കരയുന്ന കാര്യമല്ല നമ്മൾ പറയുന്നത്. ഏത് കുട്ടി കരയുന്ന കാര്യം പറയുന്നത്? അലിയുൽ ഹീത്തി റഹിമഹുല്ലാഹയുടെ കുട്ടി തൊട്ടിലിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയ. എന്താ കാരണം? വെറുതെ അല്ല, ഉറങ്ങിക്കിടന്ന നല്ല കുട്ടിയാണ്. ഇത് കണ്ടുകൊണ്ടാണ് മഹാനവറുകൾ നമസ്കരിക്കാൻ കൈകെട്ടിയത്. ഭാര്യ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയി. അവിടെ വലിയ കൊച്ചു വർത്തമാനത്തിൽ അവരെങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, രഹസ്യമായ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ വലിയൊരു പെരുമ്പാമ്പ് വന്നുകൊണ്ട് വരിഞ്ഞു ചുറ്റി അതിനിങ്ങനെ കഴിക്കാൻ ഇങ്ങോട്ട് നിൽക്കുമ്പോ ഈ കരച്ചിൽ കേട്ടുകൊണ്ട് പുറത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വരിക. അലിയുൽ ഹീത്തിയിൽ ഒരു ശിഷ്യൻ വന്നു. അദ്ദേഹം വന്ന് നോക്കുമ്പോൾ കുട്ടി വല്ലാതെ കരച്ചിൽ. അദ്ദേഹം പതുക്കെ കയറി നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, കാണുന്ന കാഴ്ച ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ കുട്ടിയെ ഒരു പെരുമ്പാമ്പ് വിഴുങ്ങാൻ പോകുന്നതായിട്ട്. ഉസ്താദ് എന്തെടുക്കുക? സ്കരിച്ചോണ്ടിരിക്കുക. മൂപ്പരിതൊന്നും അറിയുന്നില്ല. മൂപ്പരപ്പ സുജൂദി കടന്നുകൊണ്ടിരിക്കുകയാണ്, കാര്യത്തിലാണ്. വേഗം തന്നെ ഇദ്ദേഹം കമ്പുമായിട്ട് ചെന്നു. പെരുമ്പാമ്പിനെ അകറ്റി, പെരുമ്പാമ്പിനെ മാറ്റി, പെരുമ്പാമ്പിനെ വെളിയിൽ കൊണ്ടുവന്നു, തല്ലിക്കൊന്നു. ആളുകളെല്ലാവരും വന്നു കൂടി, ജനങ്ങളെല്ലാവരും വന്നു. ആയിരക്കണക്കിന് ആളുകൾ വീട്ടുമുറ്റത്ത്, ശിശുഗണങ്ങളെല്ലാം വന്നു. ഇദ്ദേഹം അപ്പൊ സലാം വീട്ടിട്ട് നോക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ഭയങ്കര ആൾ. എന്താണ് എല്ലാവരും ഇവിടെ? അദ്ദേഹം ചോദിക്കുക. എല്ലാവരും പറയും ഒന്നുമില്ല, ഇപ്പൊ കുട്ടിയെ തിന്നാൻ അല്ലാഹ്, വേറെ കാര്യമൊന്നുമില്ല. നമസ്കാരത്തിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ ആവണമെന്നല്ല. ഇതിപ്പോ കുട്ടി ഇവിടെ തിന്നോണ്ടിരിക്കുമ്പോൾ സാധു പറഞ്ഞാലും ശ്രദ്ധിക്കണം, നമ്മൾ വലിയ തക്കുള്ളൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അങ്ങനെ ഇരിക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്, നമ്മുടെ ശ്രദ്ധ അത്രത്തോളം എത്തുന്നില്ല. ഒരു കൊതുക് കടിച്ച്, കേവലം ഒരു കൊതുക് നമ്മുടെ കാലിൽ വന്ന് കടിച്ച, അടുത്തിരിക്കുന്നവന്റെ കാലെ കടിച്ചാൽ പോലും നമ്മൾ നിസ്കാരം കഴിഞ്ഞ് വയ്ക്കും. നിനക്ക് അടിച്ചുകൂടായിരുന്നു, കൊതുക് വന്ന് കടിക്കുന്നുണ്ടല്ലോ ഇതിന് എന്ന് നമ്മൾ ചോദിക്കും. ഇല്ലേ വേണമെങ്കിൽ അടിച്ചു കൊടുക്കും. അവൻ അറിയാതെ തന്നെ പതുക്കെ അടുത്തോട്ട് വന്നിട്ട് ഇപ്പം ഇങ്ങനെ കൈകൊണ്ട് ആരും നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ നേരടിയിട്ട് വെക്കതായിട്ടിട്ടേ എന്നെ കടിക്കാൻ മാത്രമായില്ല എന്ന് പറഞ്ഞു. അല്ലേ? ശരിയല്ലേ ഈ പറയുന്നത്? നമ്മുടെയൊക്കെ ശ്രദ്ധ എത്രത്തോളം അങ്ങോട്ട് പോകുന്നുണ്ട്? നമസ്കാരത്തിലേക്ക് ശ്രദ്ധ വരുന്നുണ്ടോ? കോൺസെൻട്രേഷൻ വരുന്നുണ്ടോ?
കുടുംബക്കാരോട് നമ്മുടെ ജീവിതത്തിൽ പറയോ, നമസ്കരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വർത്താനം പറഞ്ഞോ, നിങ്ങൾക്ക് വർത്താനുള്ള സമയം പറയാൻ ഇപ്പോഴാണ്, സലാം വെട്ടിക്കഴിഞ്ഞാൽ പാടില്ല. സുലൈമാൻ ദമീരി റഹിമഹുല്ലാഹ് ചിന്തിച്ചു നോക്ക് അവരുടെ നമസ്കാരത്തിന്റെ രീതി. അതാണ് അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ തീർച്ചയായും വിജയിച്ചവത്രേ, അവർ നമസ്കാരത്തിൽ ഖുശൂ വെക്കുന്നവരാണ്, നമസ്കാരത്തിൽ വല്ലാത്ത ഭയഭക്തി ഉള്ളവരത്രേ. മുഅ്മിനീങ്ങളുടെ നമസ്കാരം ഇതാണ്, മുഅ്മിനീങ്ങളുടെ നമസ്കാരം ഇതാണ്. എന്നാൽ മുനാഫിക്കുകളുടെ നേരെ തിരിച്ചാണ്. മുനാഫിക്കുകളുടെ നേരെ തിരിച്ച് അവർക്ക് നമസ്കാരത്തോട് അലസതയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാഹ് ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളുടെ രൂപരേഖ വർണ്ണിക്കുകയാണ്. ആരാണ് കപട വിശ്വാസി? അല്ലാഹുവിന്റെ വിശ്വാസത്തിൽ കാപട്യമുള്ളവരാരെന്നറിയുമോ? അവരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ ഖാമൂ ഇലസ്സലാഹ്, അവർ നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഖാമൂ കുസാലാ, അവർ മടിയന്മാരും അലസന്മാരുമായിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുന്നത്. ഇമാം റുകൂ ചെയ്യട്ടെ, ഇമാം സുജൂദ് ചെയ്യട്ടെ, ഇമാം അവസാനത്തെ തഹയ്യാത്തിലേക്ക് വരട്ടെ, അവിടെ കൂടിയാലും ജമാഅത്തിന്റെ കൂലി കിട്ടുമല്ലോ. ഇമാം ഒന്നാമത്തെ റക്അത്തിൽ തന്നെ റുകൂയിലേക്ക് എത്തട്ടെ, ഓടിച്ചെന്നുകൊണ്ട് റുകൂയിലേക്ക് കൈകെട്ടിയാലും തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി റമദാനിൽ കടന്നു വരുന്ന എത്രയോ ചെറുപ്പക്കാരുടെ ചെയ്തിയാണ്. നമസ്കാരത്തെ അലസതയോടുകൂടി കാണുകയല്ലയോ. ഒന്നാമത്തെ റക്അത്തിൽ ഇമാം റുകൂയിൽ കൈകെട്ടുന്ന സന്ദർഭത്തിൽ റുകൂയിലേക്ക് പെട്ടെന്ന് തന്നെ കൈകെട്ടി റുകൂ ചെയ്തുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാലും എനിക്ക് ആ റക്അത്ത് കിട്ടുമല്ലോ. ഉലമാക്കൾ പഠിപ്പിച്ചതല്ലയോ, മദ്രസയിൽ ഞാൻ പഠിച്ചതല്ലയോ, അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ പോരെ എന്ന് മനസ്സിലാക്കുന്ന സഹോദര, നിനക്ക് തെറ്റുപറ്റി പൊന്നുമോനെ, നീ മനസ്സിലാക്കണേ. ആ ഒന്നാമത്തെ തക്ബീറിനോടൊപ്പം ഇമാമിനോടൊപ്പം അന്വരിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് തക്ബീർ ചെല്ലുന്നതിന്റെ കൂലി എത്ര മഹത്തരമാണ്, മഹത്തരമാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പ് അവനാണ് ഏറ്റവും വലിയവനെന്ന് പറയുന്ന വാക്യം പറഞ്ഞുകൊണ്ട് നീ നമസ്കരിക്കാൻ വേണ്ടി ആദ്യ വഖത്തിൽ തന്നെ കടന്നു വരണേ പൊന്നുമോനെ, ആദ്യ ജമാഅത്തിൽ തന്നെ കടന്നു വരണേ പൊന്നുമോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ശത്രുവിന്റെ കുത്തുകൊണ്ട് കണ്ട് മഹാനവറുകൾ കടക്കുമ്പോ ലമ്മാ തുഇന ഉമർ ഇബ്നുൽ ഖത്താബ്, ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് തന്റേതാകുന്ന ആമാശയം പുറത്തു വന്നുകൊണ്ട് കടക്കുന്ന വേളയിലും അദ്ദേഹത്തോ കൂട്ടുകാരോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു അത്രേ, ജമാഅത്തിന്റെ സമയം വന്നാൽ എന്നോട് വന്ന് പറയണേ, പറയണേ. ബോധമില്ലാതെ കിടക്കുന്നതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ കൂട്ടുകാർ വന്നിട്ട് അദ്ദേഹത്തെ തട്ടി വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉമറേ ബാങ്ക് വിളിച്ചുമറേ, ഉമറേ ബാങ്ക് വിളിച്ചുമറേ, അമീറുൽ മുഅ്മിനീൻ ബാങ്ക് വിളിച്ചുമറേ എന്ന് പറയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റേതാകുന്ന വയറിൽ കിടക്കുന്ന കൊടലുവെളിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആ വൻകടലിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് മഹാനവർ എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് നമസ്കരിക്കാൻ നിൽക്കുകയാണ്. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ സഹോദര, നിന്റെ ഒരു വിരലിന്റെ തുമ്പ് മുറിയുമ്പോ, നിന്റെ കൈക്കൊരു ചെറിയ ഒടി വരുമ്പോ, ഒരു പ്ലാസ്റ്റർ ഇടുമ്പോ, തയമ്മും ചെയ്ത അവയവം നമസ്കരിക്കാനുള്ളതിന് വേണ്ടി തയമ്മും ചെയ്ത് നമസ്കരിക്കാൻ ഇസ്ലാമിക നിയമ പുസ്തകങ്ങൾ നിനക്ക് പറഞ്ഞു തരുമ്പോ, അത് മദ്രസയിൽ നിന്ന് പഠിച്ച, അത് ഉലമാക്കൾ പറഞ്ഞു തന്ന കാര്യമാണ്. അതറിയുന്നതാകുന്ന സഹോദര സഹോദരി, കൈയുടെ ഒരു വിരൽ ഒടിഞ്ഞു പോയതിന്റെ പേരിൽ, അതിൽ പ്ലാസ്റ്റർ ഇട്ടിക്കുന്നതിന്റെ പേരിൽ നമസ്കരിക്കാതെ എത്രയെത്ര നമസ്കാരമാ നീ പാഴാക്കിയത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൈവച്ചുകൊണ്ട് എണീറ്റ് വരികയാണ്, എണീറ്റ് വരികയാണ്. ചരിത്രത്തിൽ കാണാം അദ്ദേഹത്തിൻ്റെതാകുന്ന
കുടല് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്, അതിലൂടെ രക്തം വാർന്നൊഴുകുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുകയാണ്. വേദന കടിച്ചമർത്തിക്കൊണ്ട് നമസ്കരിക്കുകയാണ്. മരണം വരെ 3 ദിവസത്തോളം സുഖമില്ലാതെ കടന്നിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരൊറ്റ വഖത്ത് പോലും നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ആളുകളോട്, തന്റെ പ്രിയപ്പെട്ടതാകുന്ന സമൂഹത്തോട് മഹാനവറുകൾ പറയുമത്രേ, മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുമത്രേ, അമാലാ ഹല്ല ഫിൽ ഇസ്ലാം ഇല്ലാ ലിമൻ സല്ലാ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികളെ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമാകുന്ന സഹോദരങ്ങളെ, അമാലാ ഹല്ല ഫിൽ ഇസ്ലാം ഇല്ലാ ലിമൻ സല്ലാ. മുസ്ലിമാണോ മുഅ്മിനാണോ നമസ്കാരമില്ലാത്തവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല, നമസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. എത്രയെത്ര ചെറുപ്പക്കാരാണ് ഇത് ശ്രദ്ധിക്കുന്നത്, എത്രയെത്ര സഹോദരിമാരാണ് ഇത് ശ്രദ്ധിക്കുന്നത്. 18 നിറകുടമാകുന്ന പെങ്ങളെ, നീ BA പഠിക്കാൻ കോളേജിലേക്ക് പോകുമ്പോ, കോളേജ് കുമാരന്മാരാകുന്ന ചെറുപ്പക്കാരെ, നീ B.Tech പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോ, നിന്റെ ളുഹർ എവിടെ, അസർ എവിടെ? ആ ളുഹറും അസറും നീ വൈകുന്നേരം വന്നിട്ട് നമസ്കരിക്കുന്നുണ്ടോ? വേണ്ട, ഉച്ച സമയത്ത് നിന്റെ കോളേജിൽ നിന്ന് നമസ്കരിക്കാനുള്ള സമയം നിനക്ക് നൽകുമ്പോ, അതിനുള്ള പ്രയർ റൂമുകൾ വരെ പല സ്കൂളുകളും സജ്ജീകരിച്ചു വെക്കുമ്പോ, ആ നമസ്കരിക്കാൻ വേണ്ടി എത്ര പെണ്ണുങ്ങളാണ് താല്പര്യപ്പെടുന്നത്. അവിടെയും നീ പൂമരത്തിലെ സിനിമാ പാട്ടും പാടിക്കൊണ്ട് നടക്കുകയല്ലയോ? ഹറാമാകുന്ന വാക്കുവിലാസം കൊണ്ട് നിന്റെ സമയം നീ ചെലവഴിക്കുകയല്ലോ? മോശപ്പെട്ടതാകുന്ന സിനിമാ ഗാനങ്ങൾ ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുകയല്ലയോ? എത്ര സ്ത്രീകളാണ് നമസ്കാരത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത്? എത്ര സഹോദരിമാരാണ്, എത്ര കടകമ്പോളങ്ങളാണ് നിറങ്ങുന്നത്? വൈകുന്നേരമായോ കാസർഗോഡിന്റെയും കാഞ്ഞങ്ങാടിന്റെയും നെഞ്ചകത്ത് സ്ത്രീകളുടെ പെരുപ്പമല്ലയോ? തലയിൽ തട്ടമിട്ടതാകുന്ന സഹോദരിമാരല്ലയോ? പറയാതിരിക്കാൻ എങ്ങനെയാ കഴിയുക? ഖേദമുണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദുഃഖമുണ്ട് പ്രിയപ്പെട്ട സഹോദരി. നിന്റെ ശരീരം തുറന്നിട്ടുകൊണ്ട് പരപുരുഷന്മാർക്ക് ദർശിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവ് പ്രവാസ ലോകത്ത് നിനക്ക് വേണ്ടി അറബിയുടെ ചാട്ടുമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുമ്പോ, ആ ഭർത്താവില്ലാത്ത സമയത്ത് കാമുകന്മാരോടൊപ്പം ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറിയിട്ട് കടകമ്പോളങ്ങൾ നിറങ്ങിക്കൊണ്ട് സമയങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശായില്ല, പവിത്രമാക്കപ്പെട്ട സമയങ്ങൾ മുഴുവനും കളഞ്ഞു കുടിച്ച പെണ്ണേ, നിന്റെ നമസ്കാരം മുഴുവനും നീ വൈകി വന്ന് നമസ്കരിച്ചാലും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹു സ്വീകരിക്കില്ല. 3 ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒന്നാമത്തത് റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒരു സമുദായത്തിന് ഇമാമ് നിന്ന ഒരു ഇമാമ്, ജനങ്ങൾക്ക് മുഴുവൻ അദ്ദേഹത്തെ വെറുപ്പ. നാട്ടിൽ നിന്ന് മഹലിലെ കമ്മിറ്റിക്കാരും നാട്ടുകാരൊക്കെ കത്ത് കൊടുത്ത് ഒന്ന് പോയി തരാമോ, പക്ഷെ ഉപര് പോകൂല, മെഹ്റാബിൽ കെട്ടിപ്പിടിച്ച് അല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാമിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. മൂപ്പര് വലിയ നമസ്കാരം നിസ്കരിച്ചു, അല്ലാഹു സ്വീകരിക്കൂല. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒരു സമുദായത്തിന് ഇമാമ് നിന്ന ഒരു ഇമാമ്, അദ്ദേഹത്തിൻ്റെതാകുന്ന നമസ്കാരം ആര് സ്വീകരിക്കുന്നില്ല? ആ നാട്ടുകാർക്ക് വെറുപ്പാണ്, നാട്ടുകാർക്ക് താല്പര്യമില്ല അദ്ദേഹത്തെ, എങ്കിൽ അദ്ദേഹത്തിന്റെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? രണ്ടാമത്തത്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്ന ചില ആളുകൾ, അങ്ങനത്തെ ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നമസ്കാരം അതിന്റെ സമയം കഴിഞ്ഞിട്ടോ കൊണ്ടുവരുള്ളൂ, എപ്പോഴും അങ്ങനെ അവന്റെ ജീവിതത്തിൽ. അങ്ങനത്തെ ഒരുത്ത നമസ്കാരം. അപ്പൊ ബാങ്ക് വിളിച്ചു, ആദ്യ വക്കത്തിൽ തന്നെ ഉസ്താദ് അവറുകളോടൊപ്പം നമസ്കരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ, ജമാഅത്തിന് വരാൻ നമ്മൾ തയ്യാറാകുന്നില്ല എങ്കിൽ എന്തായി തീരും? ആ നമസ്കാരത്തിൽ ശ്രേഷ്ഠത ഉണ്ടാവൂല. നബിയുനാ റസൂലുള്ളാഹി. പിന്നെ നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞ് നമസ്കരിക്കുന്നുണ്ട്, കാര്യമില്ല. അതുകൊണ്ട് കാര്യമില്ല. മാഫി ഫായിദ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കേണ്ട വിഷയമാണ്. അങ്ങനെ നമസ്കരിക്കുന്ന ആളുകൾ, എപ്പോഴും പിന്തിച്ച് നമസ്കരിക്കുന്ന ആളുകൾ, ചിലരുടെ ശൈലി എങ്ങനെയാ? രാവിലെ കട തുറക്കും, വൈകുന്നേരം ഇശാ വരെ കച്ചവടം ചെയ്യും, രാത്രി വന്നിട്ട് അദ്ദേഹം പള്ളിക്കൽ നിസ്കരിക്കും. പള്ളിയിൽ വരും,
കാര്യം പള്ളി വരും, ളുഹർ നിസ്കരിക്കും, അസ്ർ നിസ്കരിക്കും, മഗ്രിബ് നിസ്കരിക്കും, ഇശാ നിസ്കരിക്കും. പക്ഷെ പള്ളി വന്ന് ചില ആളുകൾ അമ്മനങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ വീട്ടിൽ വന്നാണെങ്കിൽ നമസ്കരിച്ചിട്ട് എൻ്റെ ഭർത്താവ് കിടക്കുള്ളൂ. അതുകൊണ്ടൊന്നും കാര്യമില്ല, സമയത്തായിരിക്കണം. അല്ലെങ്കിൽ ആ നമസ്കാരം കൊണ്ട് അള്ളാഹു സ്വീകരിക്കപ്പെടൂല. മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മുനാഫിക്കുകളായ ആളുകൾ, അവർ കപടവിശ്വാസികളാകുന്ന ആളുകൾ, അവരെങ്ങനെയാണ്? യുറാഊനന്നാസ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവരാണ്. ജുമായ്ക്ക് ഇങ്ങോട്ട് വരുന്നു, ഇമാം മുമ്പറിൽ കയറി നിൽക്കുമ്പോൾ ഒരാൾ വണ്ടി വന്നിട്ട്, ഒരു ഹയവാൻ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക. കാര്യമായിട്ട് അല്ലേ? എവിടെയും കരിക്കുന്നത് ഇമാമിന്റെ നേരെ ഫ്രണ്ടിൽ. ഇമാം മുമ്പറിൽ ഒത്തുപോയി കണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ കരിക്കുന്ന എല്ലാവരും കണ്ടോണം. നമ്മൾ വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസം. ഈ മജ്‌ലിസിൽ അല്ലേ? നമ്മളിവിടെ എത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടാൽ ഉടനെ മനസ്സിലാക്കണം എന്താണ് വന്നിട്ടുണ്ട്, നമ്മുടെ മുനാഫിക്ക് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ആര് പറയാ ഇത്? ഖുർആൻ പറയാ. ഞാൻ ഖുർആൻ വെച്ചിട്ടായി സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ സ്വഭാവം മാറ്റിയെടുത്തോളി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും, അത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ നേരെ ഫ്രണ്ടിൽ വന്നിട്ട്, ചില ആളുകൾ അങ്ങനെ ഉണ്ട്, നേരെ ആ ഫ്രണ്ടിൽ വന്നിട്ട് അങ്ങോട്ട് സുന്നത്ത് നിസ്കരിക്കും. ഉസ്താദിനൊക്കെ മറഞ്ഞു. കാരണം ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടോണം നമ്മൾ വന്നിട്ടുണ്ട്. ولا يذكرون الله إلا قليلا. അവർ അള്ളാഹുവിനെ കാണിച്ച് നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നു എന്ന് മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. അവൾ വളരെ കുറഞ്ഞ സമയം മാത്രമേ റബ്ബിനെ സ്മരിക്കുകയുള്ളൂ. ഏറ്റവും അവസാനം ഇമാം തഹിയ്യാത്തിരിക്കുമ്പോഴേ ഓടി വരുള്ളൂ. എന്നാൽ ഏറ്റവും ആദ്യം ജനങ്ങൾ പോകുന്നതിന് മുമ്പ് ഇവന് പോകും വേണം. അങ്ങനത്തെ ആളുകൾ നമ്മൾക്കിടയിലുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവരാരാണ്? മുനാഫിഖാണ്. ഖുർആനിലെ ആയത്ത് രണ്ട് ഉദാഹരണം അല്ലാഹു പറഞ്ഞു. ഒന്ന്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഏറ്റവും ഫ്രണ്ടിൽ വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക. അവസാനം ദുആയ്ക്ക് പോലും ഉണ്ടാവൂല. അതിനു മുമ്പ് ഇമാമിനെ ചവിട്ടിയിട്ട് വെളിയിൽ ഇറങ്ങി ഓടിക്കിട്ടുണ്ടാവും. അങ്ങനത്തെ ആള്. രണ്ടാമത്തെ ആളുകൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക, ഏറ്റവും ആദ്യമായിരിക്കും പോവുക. അങ്ങനത്തെ ആളുകൾ. ഇതിലൊക്കെ പലരും പെട്ടുപോയിട്ടുണ്ട്. നമ്മൾ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മാറ്റണം. മുനാഫിഖാൻ. പരിശുദ്ധ ഖുർആൻ പറയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون الذين هم يراءون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ മാഇനിലൂടെ റബ്ബ് ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കരിക്കുന്നവരാർക്ക് സർവശിക്ഷയും നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ടത്രേ. എങ്ങനെ നമസ്കരിക്കുന്നവരാണ്? അലസതയോടുകൂടി നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തെ വല്ലാതെ കുറഞ്ഞ സമയത്തെ നമസ്കരിക്കുന്നുള്ളൂ, കുറഞ്ഞ സമയത്തെ റബ്ബിനെ സ്മരിക്കുന്നുള്ളൂ. ജനങ്ങളെ കാണിക്കാനാണ് അവൻ നമസ്കരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ മുനാഫിക്കുകളത്രേ. അവർക്കാട് വൈലെന്ന നരകമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് വൈലെന്ന നരകമെന്നറിയുമോ? വാദിയം ഫീ ജഹന്നമ, നരകത്തിലുള്ളതാകുന്ന ഒരു കുഴിയാണ് സാബത്തെ, നരകത്തിലുള്ളതാകുന്ന ഒരു കുണ്ടാണ് സാബത്തെ, നരകത്തിലുള്ളതാകുന്ന ഒരു കുഴിയാണ് സാബത്തെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇന്ന ഫിൽ ജഹന്നമി വാദിയാ, ഇന്ന ഫിൽ ജഹന്നമി വാദിയാ യുഖാലു ലഹാ ലംലമാ. സാബത്തെ, സാബത്തെ, നരകത്തിൽ ഒരു ചെരിവുണ്ട് സാബ, നരകത്തിൽ ഒരു ചെരിവുണ്ട് സാബ. യുഖാലു ലഹാ ലംലമാ, ആ ചെരുവിന് പേര് പറയുന്നത് ലംലം എന്നാണ്, ലംലം എന്നാണ്. പഠിച്ചു വെക്കണേ സോദര, പഠിച്ചു വെക്കണേ ഉമ്മ. വഫീഹാ ഹയാത്ത്,
അതിൽ പാമ്പുകളുണ്ടത്രേ, അതിൽ സർപ്പങ്ങളുണ്ടത്രേ, അതിൽ പാമ്പുകളുണ്ടത്രേ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സിഖലുൽ ഹയ്യതി സിഖലുൽ ബഈർ, തടിച്ചു കൊഴുത്തതാകുന്ന ഒരു ഒട്ടകത്തിന്റെ വണ്ണമുണ്ടത്രേ ആ പാമ്പിനെന്ന് ഹബീബിനാ റസൂലുള്ളാഹി. ഒരുപാട് പാമ്പുകൾ ഉള്ളതാകുന്ന ഒരു കുഴിയാണ്, ഒരുപാട് പാമ്പുകൾ ഉള്ളതാകുന്ന നരകത്തിന്റെ ഒരു ഭാഗമാണ് വൈലെന്ന നരകം. ആ വാദിക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പേര് ലംലം എന്നാണ്. അതിൽ ഒരുപാട് പാമ്പുകൾ ഉണ്ടത്രേ. വഫീഹാ ഹയാത്ത്, അതിൽ വിഷം നിറഞ്ഞതാകുന്ന സർപ്പങ്ങളുണ്ടത്രേ. അതിൽ വല്ലാത്ത മാരകമാകുന്ന വിഷമുള്ള സർപ്പങ്ങളുണ്ടത്രേ. അതിലെ ഒരു പാമ്പിന്റെ ഭാരത്തെ കുറിച്ച് റസൂലുള്ള പറയുകയാണ്, തടിച്ചു കൊഴുത്തതാകുന്ന ഒരു ഒട്ടകത്തിന്റെ വണ്ണമുണ്ടത്രേ. അതിലെ ഒരു പാമ്പിനെന്ന് നബിയുനാ റസൂലുള്ളാഹി. വത്വലുഹാ, ആ ഒരു പാമ്പിന്റെ നീളം എന്തെന്നറിയുമോ സാബാ? മസീറത്തു ശഹരിൻ, ഒരു മാസത്തെ വഴിദൂരമാണ്, ഒരു മാസത്തെ വഴിദൂരമാണ്. ഈ സ്ഥലത്ത് നിന്ന്, നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് വിദൂരമാകുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു മാസക്കാല ദൂരയളവിലേക്ക് അതിശീഘ്രമാകുന്ന ഒരു സുന്ദരമാകുന്ന കമനീയമാകുന്ന ഒട്ടകത്തെ അല്ലെങ്കിൽ ഒരു കുതിരയെ അതി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോയാൽ എത്രമാത്രം കിലോമീറ്ററുകളാണ് ഒരു മാസം കൊണ്ട് അത് എത്തിച്ചേരുവെങ്കിൽ അത്രമാത്രം നീളമാണ് ആ പാമ്പിനെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൽസഹു വജൂഹ താരിഖി സ്വലാ, താരിഖു സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ ആ പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കുമത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കാരം അലസത വെക്കുന്ന സഹോദര, നമസ്കരിക്കാതെ ജീവിതം തുലച്ചതാകുന്ന ചെറുപ്പക്കാര, മുസ്ലിമായ സഹോദരങ്ങൾ, എത്ര ആളുകളുണ്ട് നമസ്കാരം ജീവിതത്തിലില്ല. ഒരൊറ്റ വഖത്ത് പോലും അവൻ ജമാഅത്ത് കണ്ടിട്ടില്ല. അള്ളാന്റെ പള്ളി അവന് പരിചയമില്ല, ഉസ്താദുമാരെ പരിചയമില്ല, ഉലമാക്കളെ പരിചയമില്ല, കാരണവന്മാരെ പരിചയമില്ല, മഹല്ലുമായി ഒരു ബന്ധവും അവനില്ല. അവനോട് മാസവരി ചോദിക്കുമ്പോ, ഞാൻ പള്ളിയിൽ വരാത്തവനല്ലയോ, ഞാൻ പള്ളിക്കാരുമായി ബന്ധമില്ലാത്തവനല്ലയോ? ദീനിലേക്ക് അവനെ ക്ഷണിക്കുമ്പോ അവൻ പള്ളിയിലേക്ക് കടന്നു വരൂല. ജീവിതത്തിൽ ഒരിക്കലും തന്നെ നമസ്കരിക്കാത്ത എത്രയോ മുസ്ലിമീങ്ങളുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവർ കാണാ നരകം, അവർ കാണാ നരകം, അവരെ ആ പാമ്പ് കൊത്തിക്കൊണ്ടിരിക്കും അത്രേ. വലിയതാകുന്ന പർവ്വത കമാനമാകുന്ന ഒട്ടകത്തിന്റെ വണ്ണമുള്ളതായ പാമ്പത്രേ. അതിന്റെ നീളം ഒരു മാസത്തെ വഴിദൂരമാണ്. ആ പാമ്പ് വന്നുകൊണ്ട് തൽസഹു വജൂഹ താരിഖി സ്വലാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ മുഖത്ത് അത് കൊത്തിക്കൊണ്ടിരിക്കും അത്രേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളെ, നമസ്കാരം ജീവിതത്തിൽ ഒരിക്കലും ഒഴിയരുതേ. അത് നിന്റെ ജീവിതത്തിന്റെ വിജയമാണ്, അത് നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ്, അത് ജീവിതത്തിന്റെ കേദാരമാണ്, അത് ജീവിതത്തിലേക്കുള്ള ചൈത്രയാത്ര എളുപ്പമാക്കുന്നതാണ്. നിനക്ക് ഖബറിൽ സന്തോഷമാണ്, ആഖിറത്തിൽ സന്തോഷമാണ്. അവ്വലമാ യുസ്അലു അൻഹു യൗമൽ ഖിയാമ, നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ ദർബാറിൽ മഹ്ശറിലെത്തുമ്പോ അല്ലാഹു ആദ്യമായി ചോദിക്കുന്നത് അനിസ്സലാ, നമസ്കാരമാണ്, നമസ്കാരമാണ്. നിന്റെ നമസ്കാരത്തെ പറ്റിയായിരിക്കും ആദ്യമായി റബ്ബിന്റെ സമുദ്രത്തിൽ ചോദ്യമുണ്ടാവുക. അവ്വലമാ യുസ്അലുൽ അബ്ദു ഫിൽ ഖബരി, ആദ്യമായിട്ട് ഖബറിൽ ഒരു മനുഷ്യനോട് ചോദിക്കുക ഫുറൂയായ കാര്യങ്ങൾ. അല്ലാഹുവല്ലേ നിന്റെ റബ്ബ്? മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമൻ വമാ ഇമാമുക വമാ ഖിബ്ലതുക. നിന്റെ ഖിബ്ല ഏതാണ്, നിന്റെ ഇമാം ഏതാണ്, നിന്റെ റബ്ബ് ഏതാണ്, നിന്റെ നബി ഏതാണെന്നൊക്കെ നിന്നോട് ചോദിക്കുമ്പോ ഖബറിൽ കിടക്കുന്ന സഹോദര സഹോദരി, അതെല്ലാം ചോദിച്ചതിന് ശേഷം ഫുറൂയായിട്ട് നിന്നോട് ആദ്യമായി ചോദിക്കുന്നത് നമസ്കാരത്തെ പറ്റിയായിരിക്കുമെന്നും നബിയുനാ റസൂലുള്ളാഹി. ഫൈൻ ജാസ ഫിഹാ, ആ നമസ്കാരം ആരെങ്കിലും കൃത്യമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമസ്കാരം ആരെങ്കിലും ജീവിതത്തിൽ ക്രിയാത്മകമായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നുളിറ ഫിമാ ദൂന ദാലിക,
നമസ്കാരമല്ലാത്തതിലൊക്കെ സാവകാശം ചെയ്യപ്പെടുമത്രേ. ഫൈലം തുജ്സ, നമസ്കാരം ഒരു വ്യക്തി കൃത്യമാക്കിയിട്ടില്ല, നമസ്കാരം അവൻ അലസത വെച്ചവനാണ്, അവൻ കൃത്യമായി നമസ്കരിക്കാത്തവനാണ്, അവൻ കൃത്യമായി പള്ളിയിൽ പോകാത്തവനാണ്. നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വിളിക്കുമ്പോ എനിക്ക് സിനിമ കാണാൻ പോകണമെന്ന് തിയേറ്ററിലേക്ക് പോകുന്നവനാണ്. അവനതാ അലസതയോടുകൂടി കടകമ്പോളങ്ങളിൽ നിന്നുകൊണ്ട് പീടി ഭരിച്ചുകൊണ്ട് സമയം കളഞ്ഞവനാണ്. പാൻപരാഗ് ചവച്ചരച്ചുകൊണ്ട് അവന്റെ സമയങ്ങൾ ഇല്ലാതാക്കിയവനാണ്. കൂട്ടുകാരികൾ മൊത്തിട്ട് ഡാൻസ് പഠിക്കാനും തയ്യൽ പഠിക്കാനും അവളുടെ സമയം അവൾ ചെലവഴിച്ചവളാണ്. നമസ്കാരത്തെ അലസത വെച്ച പെണ്ണാണ്. സീരിയല് കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും സമയത്തെ തള്ളിക്കളഞ്ഞ പെണ്ണാണ്. സിനിമാ താരങ്ങളെ നെഞ്ചിലേറ്റിയവനാണ്. അവരുടെ ജീവിതങ്ങളെ പ്രാകൃത്യമാക്കിയവനാണ്. അവരുടെ ജീവിതത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്. അത്തരത്തിലുള്ളവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവർ വ്യക്തമായും നരകത്തിലാണ്, അവർ വ്യക്തമായും നരകത്തിലാണ്, അവർക്ക് അദാബാണ്, അവർക്ക് ശിക്ഷയാണ് ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അത്രശിക്കുമാറാവട്ടെ, അല്ലാഹു അത്രശിക്കുമാറാവട്ടെ. ഇനി ഒരുപാട് ചരിത്രങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ട് നമുക്ക് സമയമില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് സംവദിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്രയോ സഹാബത്തിന്റെ താബീകളുടെ ചരിത്രം. ഈ വിഷയം ചർച്ച ചെയ്താൽ തീരൂല, ദിവസങ്ങളല്ല മാസങ്ങൾ നമുക്ക് ചർച്ച ചെയ്താലും തീരൂല. എത്ര ആലിമീങ്ങൾ നമുക്ക് മുമ്പ് കഴിഞ്ഞിട്ട്. എൻ്റെ ഉമ്മയുടെ ഉപ്പ ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അല്ലാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. തഴവ ഉസ്താദിനെ അറിയാത്തവരില്ല. കേരളക്കഴ ഒന്നടങ്കം എന്ന് വേണ്ട ഇന്ത്യയിലെ വെളിയിലും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും വഅദ് പറഞ്ഞ വലിയൊരു ഉപദേശകനാണ്. അല്ലാഹു അടുത്ത ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കൃതി വളരെ പ്രസിദ്ധമാണ്. എല്ലാ വായിലന്മാരും എടുത്തുദ്ധരിക്കുന്നതാകുന്ന പദ്യമാണ്. മഹാനവറുകൾ 80 ദിവസവും 85 ദിവസമൊക്കെ തുടർച്ചയായിട്ട് വഅദ് പറയും. 85 ദിവസമൊക്കെ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്തൊക്കെ 85 ദിവസം തുടർച്ചയായിട്ട് വഅദ് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഈ വിഷയം തീർന്നിട്ടില്ല, നമുക്ക് അടുത്ത കൊല്ലം ഒരു 2 മാസത്തേക്ക് ഡേറ്റ് ഇട്ടു, നമുക്ക് അടുത്ത കൊല്ലം പറയാം. ചിന്തിച്ചു, ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ട് ആ വിഷയം 85 ദിവസം തുടർച്ചയായിട്ട് സംസാരിച്ചിട്ട് അവർ പറയാണ് അടുത്ത കൊല്ലത്തേക്ക് 2 മാസത്തേക്ക് ഡേറ്റ് നിങ്ങൾ വാങ്ങിച്ചു, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വർഷം സംസാരിക്കാം ബാക്കി. എന്നിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാം, പിന്നെ ഒരു 30 ദിവസം സംസാരിക്കാം. ഇതൊക്കെയാണ് പഴയകാല വായനകൾ. ചിന്തിച്ചു നോക്കി ആ ഒരു വായതും ആ ഒരു സംഭവമൊക്കെ ഇന്ന് അൽഹംദുലില്ലാഹ് തിരിച്ചു വന്നുകൊണ്ടിരിക്കണം. അല്ലാഹു നമ്മുടെ ഈ ആത്മീയമാകുന്ന ഈ നിർവൃതി വളരെ സന്തോഷത്തോടുകൂടി റാഹത്തായ നിലയിലുള്ളതാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് ഉപകരിക്കപ്പെടണം. ഒരു പ്രഭാഷണം നമ്മൾ കേട്ടാൽ ആ പ്രഭാഷണത്തിലൂടെ അൽഹംദുലില്ലാഹ് എനിക്ക് നമസ്കരിക്കണം, നമസ്കാരം ക്രിയാത്മകമാക്കണം എന്ന നിയ്യത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.